ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ഐ+ ട്രെയിനിങ് സൊല്യൂഷൻസ്. ഐ+ ട്രെയിനിങ് സൊല്യൂഷൻസിന്റെ പുതിയൊരു ലൈവ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സെഷനിൽ നമ്മൾ വാട്ടർ അതോറിറ്റി എക്സാമുമായി ബന്ധപ്പെട്ട് മൊഡ്യൂൾ 6 ആണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ മൊഡ്യൂൾ 6 വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മൊഡ്യൂൾ തന്നെയാണ് മൊഡ്യൂൾ 6. സോ മൊഡ്യൂൾ 6മായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രധാനമായിട്ടും ലിമിറ്റ് ഫിറ്റ് ടോളറൻസ് ആണ്. സോ അതിൽ തന്നെ ബേസിക് ലിമിറ്റ് ഫിറ്റ് ടോളറൻസ്, അതുപോലെ തന്നെ ടോളറൻസ് ഡയമെൻഷനിങ് എന്താണ്, ജോമെട്രിക്കൽ ടോളറൻസ് എന്താണ്. സോ ജോമെട്രിക്കൽ ടോളറൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ഇൻഡിക്കേഷൻ ഓഫ് സിംബൽസ് ഫോർ മെഷീനിങ് ആൻഡ് സർഫസ് ഫിനിഷുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ ഈ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് ലിമിറ്റ് ഫിറ്റ് ടോളറൻസ്, അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ബേസിക് ടോളറൻസ് ഡയമെൻഷനിങ് മെത്തേഡുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. 2 ജോമെട്രിക്കൽ ടോളറൻസ്. 3 സർഫസ് ഫിനിഷ്. ഈ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ആ ഒരു മൊഡ്യൂളിൽ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ 4 മാർക്കാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സോ 4 മാർക്ക് നമുക്ക് നേടേണ്ടതായിട്ടുണ്ട്. നമുക്ക് ആ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ, അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു ടോപ്പിക്സ് ബേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു ടോപ്പിക് കൃത്യമായിട്ട് മനസ്സിലാക്കി പോകാം. ഓക്കെ, ഫൈൻ. അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ചോദ്യം ഇതാണ്: ദ പ്രിൻസിപ്പിൾ ഓഫ് ഇന്റർചേഞ്ചബിലിറ്റി is normally employed for dash. The principle of interchangeability is normally employed for dash. Option A കൊടുത്തിരിക്കുന്നത് mass production. Option B production of identical parts. Option C parts with in the prescribed limit of size. Option D all of the above. ഇവിടെ എന്താണ് ഈ ഇന്റർചേഞ്ചബിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്? അതാണ് അവിടെ ഒരു കോൺസെപ്റ്റ്, അത് മനസ്സിലാക്കിയാൽ മതി. ഇന്റർചേഞ്ചബിലിറ്റി സാധാരണഗതിയിൽ എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക? മാസ് പ്രൊഡക്ഷനിലാണോ, പ്രൊഡക്ഷൻ ഓഫ് ഐഡന്റിക്കൽ പാർട്സ് ആണോ, അല്ലെങ്കിൽ പാർട്സ് വിത്തിൻ ദ പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റ് ഓഫ് സൈസിലാണോ എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബോവ്. ഏതായിരിക്കും വരുന്നുണ്ടാവുക? ഗസ് ചെയ്തോളൂ, കുഴപ്പമില്ല. എ ആണോ? ഓക്കെ, ഫൈൻ. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചോളൂ, ഇവിടെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക ഇന്റർചേഞ്ചബിലിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇന്റർചേഞ്ചബിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്, അതായത് ദ പ്രിൻസിപ്പിൾ ഓഫ് ഇന്റർചേഞ്ചബിലിറ്റി എന്ന് പറയുന്നത് ദാറ്റ് മീൻസ് പാർട്ട് ആർ മെയ്ഡ് വിത്തിൻ ദ സ്പെസിഫൈഡ് ലിമിറ്റ്. അതായത് ഒരു ലിമിറ്റ് ഓഫ് സൈസിനുള്ളിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക ടോളറൻസിനുള്ളിൽ നിർമ്മിക്കുന്ന പ്രൊഡക്റ്റുകളെല്ലാം നമുക്ക് റാൻഡം ആയിട്ട് സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അസംബിൾ ചെയ്യാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു നട്ട് ബോൾട്ട് നിർമ്മിക്കുകയാണ് നമ്മൾ, അല്ലെങ്കിൽ നമുക്ക് ഒരു ആവശ്യമുണ്ട്, ഇപ്പൊ M10 ഒരു നട്ട് ആവശ്യമുണ്ട്. അപ്പൊ നമ്മൾ കടയിൽ പോയിട്ട് ഏതെങ്കിലും ഒരു നെറ്റ് വാങ്ങിക്കൊണ്ട് വന്ന് നമ്മളുടെ കയ്യിലുള്ള ബോൾട്ടിലേക്ക് ഇടുമ്പോൾ അത് ഫിറ്റ് ആവും, അല്ലെ? നമുക്കറിയാലോ, ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു നെട്ടോ ബോൾട്ടോ പോകുന്ന സമയത്ത് നമ്മൾ ഏതെങ്കിലും ഒരു റാൻഡം ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കടയിൽ പോയിട്ട് റാൻഡമായിട്ട് ഏതെങ്കിലും ഒരു നെറ്റ് ബോൾട്ട്, ഏതെങ്കിലും അല്ല, ആ സൈസിലുള്ള ഒരു നെറ്റ് ബോൾട്ട് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അത് നമുക്ക് ഫിറ്റ് ആകും എന്നുള്ളത് നമുക്കറിയാം. അതാണ് അവിടെ ഇന്റർചേഞ്ചബിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റ് ഓഫ് സൈസിലുള്ള പ്രൊഡക്റ്റ്, അല്ലെങ്കിൽ ഐഡന്റിക്കൽ ആയിട്ടുള്ള ഒരേപോലെയുള്ള പ്രൊഡക്റ്റുകൾ, അല്ലെങ്കിൽ മാസ് പ്രൊഡക്ഷൻ പറഞ്ഞാൽ, അതായത് അപ്പം ഒരു നെറ്റ് ബോൾട്ട് നിർമ്മിക്കുന്ന കമ്പനി എന്ന് പറയുമ്പോൾ അവിടെ ഒരു ദിവസം അവർ ചിലപ്പോൾ 10,000 നെറ്റ് ബോൾട്ട് നിർമ്മിക്കും. ആ 10,000 നെറ്റ് ബോൾട്ടിനകത്ത് തന്നെ ഏതെങ്കിലും ഒരു നെറ്റ് ഒരു ബോൾട്ടും എടുത്ത് നമുക്ക് അസംബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും? അസംബിൾ ചെയ്യാൻ സാധിക്കും. അപ്പൊ അവിടെയാണ് നമ്മൾ ആ പറഞ്ഞ ഇന്റർചേഞ്ചബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇന്റർചേഞ്ചബിലിറ്റി എന്താണെന്നുള്ളത് മനസ്സിലായത്? ചേഞ്ച് ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കും, അത് മനസ്സിലാക്കിയിരുന്നാൽ മതി. ഇപ്പൊ പ്രിൻസിപ്പിൾ ഓഫ് ഇന്റർചേഞ്ചബിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ സിലബസിൽ ഇവിടെ പറയുന്നുണ്ട്, അല്ലെ? പ്രൊഡക്ഷൻ ഓഫ് ഇന്റർചേഞ്ചബിൾ പാർട്സ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇന്റർചേഞ്ചബിലിറ്റി എന്ന് പറഞ്ഞ പ്രിൻസിപ്പിൾ എന്താണെന്ന് അറിഞ്ഞിരുന്നാൽ മാത്രമേ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ, അല്ലെങ്കിൽ അതാണ് ഉദ്ദേശിക്കുന്നവര്. അപ്പൊ ഇന്റർചേഞ്ചബിലിറ്റി എന്ന് പറയുന്നത് ഈ പറയുന്ന മാസ് പ്രൊഡക്ഷനിൽ, അല്ലെങ്കിൽ നമ്മളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കുകയാണ് വിത്തിൻ ദ സ്പെസിഫൈഡ് ലിമിറ്റ്, ഒരു ലിമിറ്റ് ഫിറ്റ് ടോളറൻസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമ്മളൊരു പാർട്ട് നിർമ്മിക്കുകയാണ്, അല്ലെങ്കിൽ കുറെ അധികം പാർട്ടുകൾ നിർമ്മിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പാർട്സുകളെല്ലാം തന്നെ നമുക്ക് ഈസി ആയിട്ട് ഫിറ്റ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ അസംബിൾ ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ ഉപയോഗിക്കാൻ കഴിയും. ഓക്കെ, അപ്പൊ അതിനെയാണ് നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് ഇന്റർചേഞ്ചബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ പ്രിൻസിപ്പിൾ ഓഫ് ഇന്റർചേഞ്ചബിലിറ്റി മീൻസ് ദാറ്റ് a part are made within the specified limit of size and tolerance so that they can assembled easily without the need of any selective assembly. അതിൽ പ്രത്യേകിച്ച് ഒരു സെലക്റ്റീവ് അസംബ്ലി അല്ലെങ്കിൽ മറ്റ് ഫിറ്റിങ്ങുകളിലെ പ്രത്യേകിച്ച് ആവശ്യമില്ലാതെ തന്നെ നമുക്ക്
വിത്തിൻ ദ പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റ് ആയതുകൊണ്ട് തന്നെ, വിത്തിൻ ദ ടോളറൻസ് ആയതുകൊണ്ട് തന്നെ അല്ലെ, നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അതിനെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഇത്തരത്തിലുള്ള ഡെഫിനിഷൻ ആണ് ഇന്റർചേഞ്ചബിലിറ്റി എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഏതായിരിക്കും ഉത്തരം വരുന്നുണ്ടാവുക എന്ന് പറയാം. യെസ്, അപ്പൊ അത് മനസ്സിലായി. അപ്പൊ എന്താണ് ഇന്റർചേഞ്ചബിലിറ്റി എന്ന് പറയുന്നത്? ഇന്റർചേഞ്ചബിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് മാസ് പ്രൊഡക്ഷനിൽ വരുന്നു, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഓഫ് ഐഡന്റിക്കൽ പാർട്സിൽ വരുന്നു, അല്ലെ, ഒരേപോലെയുള്ള പാർട്സുകൾ നിരവധി നിർമ്മിക്കുകയാണ്. അപ്പോൾ നിർമ്മിക്കുന്നതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അവിടെ യൂസ് ചെയ്യാൻ സാധിക്കും, അല്ലെ, അല്ലെങ്കിൽ അത് അസംബിൾ ചെയ്യാൻ സാധിക്കും. അതുപോലെ പാർട്സ് വിത്ത് പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റ് ഓഫ് സൈസ്, സൈസ് ലിമിറ്റ് ഫിറ്റ് ടോളറൻസുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു പാർട്ട് ആണെങ്കിൽ തന്നെയും അവിടെ നമുക്ക് ഈ ഇന്റർചേഞ്ചബിലിറ്റി ആപ്ലിക്കബിൾ ആണ്. സോ ഓപ്ഷൻ ഡി ആണ് നമ്മളുടെ ഉത്തരമായിട്ട് വരിക. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അപ്പൊ ഇന്റർചേഞ്ചബിലിറ്റി എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിരുന്നാൽ മതി. മെയിൻലി അപ്ലൈഡ് ഫോർ മാസ് പ്രൊഡക്ഷൻ, പ്രൊഡക്ഷൻ ഓഫ് ഐഡന്റിക്കൽ പാർട്സ്, പാർട്സ് വിത്ത് പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റ് ഓഫ് സൈസ്. ഓക്കെ, ഫൈൻ. അപ്പോൾ അത് ക്ലിയർ ആയി. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്: അണ്ടർ വിച്ച് ക്ലാസിഫിക്കേഷൻ ഓഫ് ഫിറ്റ് ഡസ് എ ഡ്രൈവിംഗ് ഫിറ്റ് ഫോൾ? അപ്പം ലിമിറ്റ്, ഫിറ്റ്, ടോളറൻസ്. സോ ഫിറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ഡിഗ്രി ഓഫ് ലൂസ്നെസ് അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് ടൈറ്റ്നസ്, പ്രോപ്പർ ആയിട്ട് ഫിറ്റ് ആവുക എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ ഫിറ്റിന്റെ ക്ലാസിഫിക്കേഷനകത്ത് ഡ്രൈവിംഗ് ഫിറ്റ് ഏത് ഫിറ്റിലാണ് വരിക? പ്രധാനമായിട്ടും ഇത്തരത്തിൽ ക്ലിയറൻസ് ഫിറ്റ്, ട്രാൻസിഷൻ ഫിറ്റ്, ഇന്റർഫറൻസ് ഫിറ്റ്, 3 ഫിറ്റുകളാണുള്ളത്. അതിൽ ഈ ഡ്രൈവിംഗ് ഫിറ്റ് എന്ന് പറയുന്നത് ഏത് ക്ലാസിഫിക്കേഷനായിട്ട്? ഡ്രൈവിംഗ് ഫിറ്റ്. അപ്പൊ ക്ലിയറൻസ് ഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മീറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അസംബിൾ ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ക്ലിയറൻസ് ഉണ്ടാകും, സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ടാവും. സോ ട്രാൻസിഷൻ, ഇത്തരത്തിൽ ട്രാൻസിഷൻ ഫിറ്റ് എന്ന് പറഞ്ഞാൽ അത് ഡിപ്പെൻഡിങ് അപ്പോൺ അല്ലെങ്കിൽ ആ ഒരു സോണിനുള്ളിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക. അപ്പം നമുക്ക് എന്താണ് ഇത്തരത്തിൽ എന്താണ് അവിടെ പ്രത്യേകിച്ച് രണ്ട് കാറ്റഗറിയിലും, അതായത് എന്താണ് ക്ലിയറൻസിലും ട്രാൻസിഷനിലും ഉണ്ടാകാറുണ്ട് അല്ലെ. അപ്പൊ അതാണ് ട്രാൻസിഷൻ എന്ന് പറയുന്നത്. സോ ഇത്തരത്തിൽ ഇന്റർഫറൻസ് ഫിറ്റ് ഉണ്ട്. അപ്പൊ ഇവിടെ ഡ്രൈവിംഗ് ഫിറ്റ് എന്ന് പറയുന്നത് ഏതാണെന്നാണ് ചോദ്യം. ക്ലിയറൻസ് ആണോ, ട്രാൻസിഷൻ ആണോ, ഇന്റർഫറൻസ് ആണോ? അത് കനോട്ട് ബി ക്ലാസിഫൈഡ്. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ചോളൂ, ഇവിടെ ഡ്രൈവിംഗ് ഫിറ്റ് എന്ന് പറയുന്നത്, സോ ഡ്രൈവിംഗ് ഫിറ്റ് കംസ് അണ്ടർ ഇന്റർഫറൻസ് ഫിറ്റ്. ഇത്തരത്തിൽ ഒരു മീഡിയം ഇന്റർഫറൻസ് ഫിറ്റ് ആണ് ഡ്രൈവിംഗ് ഫിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ശ്രദ്ധിച്ചാൽ മതി, ഡ്രൈവിംഗ് ഈ പറഞ്ഞ ഡ്രൈവിംഗ് ഫിറ്റ് ഉണ്ട്, ഫോഴ്സ് ഫിറ്റ് ഉണ്ട്, ടൈറ്റ് ഫിറ്റ് ഉണ്ട്. അപ്പൊ അതൊക്കെ എന്ത് തന്നെയാണ്? ഇന്റർഫറൻസ് ഫിറ്റ് ആണ്, ഇന്റർഫറൻസ് ഫിറ്റ് ആണ് അല്ലെ. അപ്പോ ഡ്രൈവിംഗ് ഫിറ്റ് റിക്വയർസ് എ മീഡിയം ഇന്റർഫറൻസ് വിച്ച് ക്യാൻ ബി അസംബിൾഡ് ബൈ ഹയർ ഫോഴ്സ് ഫോർ കോൾഡ് ഫോർജിങ് ഓർ ഹോട്ട് ഫോർജിങ്. അതിൽ ഡ്രൈവിംഗ് ഫിറ്റ് എന്ന് പറയുമ്പോൾ ഇന്റർഫറൻസ് ഫിറ്റ് ആണ്, ഒരു മീഡിയം ഇന്റർഫറൻസ് ഫിറ്റ് ആണ്. പക്ഷെ അഡീഷണൽ ആയിട്ടുള്ള ഹയർ ഫോഴ്സ്, വളരെ വലിയ ഫോഴ്സ് കൊടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അതിനെ ഫിറ്റ് ആക്കാൻ സാധിക്കും. ഫോഴ്സ് ഫിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ പ്രസ് ഫിറ്റ് അല്ലെങ്കിൽ ഫോഴ്സ് ഫിറ്റ് എന്നൊക്കെ പറയുന്നത് നമുക്ക് എന്താണ്, ജസ്റ്റ് ഒരു ഹൈ ഇന്റർഫറൻസ് ഫിറ്റ് ആണ്. It requires very high temperature for heating the parts assembled by the shaft with the hole. അതിൽ ഹീറ്റിംഗ് ഒക്കെ ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഫിറ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഫിറ്റ് ആണ് ഫോഴ്സ് ഫിറ്റ് എന്ന് പറയുന്നത്. സോ ഹൈ ഇന്റർഫറൻസ് ഫിറ്റ് ആണ്. ടൈറ്റ് ഫിറ്റ് എന്ന് പറഞ്ഞാൽ മിനിമം ഇന്റർഫറൻസ് ഫോഴ്സ് ആണ് അവിടെ വേണ്ടുന്നുണ്ടാകുക. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ പറയുന്ന ഡ്രൈവിംഗ് ഫിറ്റ് എന്ന് പറയുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്റർഫറൻസ് ഫിറ്റ് ആണെന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, ഫൈൻ. അതാണ് ഫിറ്റുമായി ബന്ധപ്പെട്ട്. ഫിറ്റിന്റെ ക്ലാസിഫിക്കേഷനിലാണ് ക്ലിയറൻസ് ഫിറ്റ്, ട്രാൻസിഷൻ ഫിറ്റ്, ഇന്റർഫറൻസ് ഫിറ്റ്, പ്രധാനമായിട്ടും 3 തരത്തിലുള്ള ഫിറ്റ് ആണെന്നുള്ളത് നമുക്ക് അറിയാം അല്ലെ. ഓക്കെ, ഫൈൻ. അപ്പൊ അത് മനസ്സിലാക്കി വെക്കുക. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ഫോർ ജനറൽ ആപ്ലിക്കേഷൻ റഫ്നെസ് വാല്യൂ ഈസ് ഗ്രേഡഡ് ആസ് 1 to 12, N1 to 12 അല്ലെ, N1 to N12. ഗ്രേഡ് വാല്യൂ ഇൻ മൈക്രോൺസ് ഈസ് ഡാഷ്. N12ന്റെ ഗ്രേഡ് വാല്യൂ, N12 ഗ്രേഡ് വാല്യൂ ഇൻ മൈക്രോൺസ് ഈസ് ഡാഷ്. അപ്പൊ ഈ റഫ്നെസ് വാല്യൂ നമ്മൾ റഫ്നെസ് വാല്യൂ, RA വാല്യൂ, റഫ്നെസ് വാല്യൂ നമ്മൾ മനസ്സിലാക്കാറുണ്ട് അല്ലെ. അപ്പൊ അത് ഗ്രേഡഡ്, റഫറൻസ് വാല്യൂന്റെ ഗ്രേഡ് എത്ര എണ്ണമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് N1 മുതൽ N12 വരെയാണ്. അപ്പൊ 1 മുതൽ 12 ഗ്രേഡ് ആണുള്ളത്, 12 ഗ്രേഡ് ആണ്. അപ്പൊ ഓരോ ഗ്രേഡിനും അതിൻ്റെതായിട്ടുള്ള ഗ്രേഡ് വാല്യൂ ഉണ്ടാകും അല്ലെ, ഇൻ മൈക്രോൺസ്. അപ്പൊ ഇവിടെ N12ന്റെ വാല്യൂ എത്രയാണ്? N12ന്റെ വാല്യൂ എത്രയാണ്? സോ 0.025, 0.05, 0.150 മൈക്രോൺസ്. ഏതായിരിക്കും? ഇമ്പോർട്ടന്റ് ആണ്, ഗസ് ചെയ്തോളൂ.
ഓക്കെ, ഇവിടെ ഉത്തരം എന്താ വരിക? N1 എന്ന് പറയുന്നത് ദറ്റ് ഈസ് 0.025 ആണ് കേട്ടോ. അപ്പൊ ഈ ടേബിൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഈ ടേബിൾ മനസ്സിലാക്കുക. അവിടെ റഫറൻസ് ഗ്രേഡ് നമ്പർ N1 to N12, N1 to N12 റഫറൻസ് ഗ്രേഡ് നമ്പർ എന്ന് പറഞ്ഞാൽ N1. അപ്പൊ എത്ര നമ്പർ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 12 നമ്പർ ഉണ്ട്. റഫറൻസ് ഗ്രേഡ് നമ്പർ N1 to N12. Then അതുപോലെ കറസ്പോണ്ടിങ് അതിന്റെ RA വാല്യൂ, റഫറൻസ് വാല്യൂ ഇൻ മൈക്രോമീറ്റേഴ്സ്. ഇത്തരത്തിൽ റഫറൻസ് വാല്യൂ ഇൻ മൈക്രോമീറ്റേഴ്സ് എത്രയാണ്? 0.025 to 50 ആണ്. 0.025 മൈക്രോമീറ്റർ ടു 50 മൈക്രോമീറ്റർ ആണ്. ഓക്കെ, അപ്പൊ 0.025 to 50 മൈക്രോമീറ്റർ ആണ് റെഫറൻസ് വാല്യൂ വരുന്നുണ്ടാവുക. സോ ഇതിന്റെ റെഫറൻസ് സിമ്പൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. റെഫറൻസ് സിമ്പൽ ഓക്കെ, ഇത്തരത്തിലുള്ള ഇൻവേർട്ടഡ് ആയിട്ടുള്ള ട്രയാങ്കിൾ ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഇൻവേർട്ടഡ് ആയിട്ടുള്ള ട്രയാങ്കിൾ. അപ്പൊ ഇവിടെ നമ്മൾ ഈ പറയുന്ന രീതിയിൽ N1 ആണെന്നുണ്ടെങ്കിൽ, N1 to N3 ആണെന്നുണ്ടെങ്കിൽ, N1 to N3 ആണെങ്കിൽ ഈ പറയുന്ന 4 ട്രയാങ്കിൾസ് യൂസ് ചെയ്യുന്നുണ്ടാവും. ദെൻ N4 to N6, N1 to N3 4, then N4 to N6 4, 5, 6 കറസ്പോണ്ടിങ് നമുക്കറിയാം ദാറ്റ് ഈസ് 3 ട്രയാങ്കിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് N9 അല്ലെങ്കിൽ N7, N8, N9 2 ട്രയാങ്കിൾ, then N10, N11 1 ട്രയാങ്കിൾ. പിന്നീട് നമുക്ക് 50 മൈക്രോമീറ്റർ ആണെങ്കിൽ ഇത്തരത്തിലാണ് ഒരു സിമ്പിൾ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ ആ ഒരു സിമ്പിൾ, ദെൻ റെഫറൻസ് വാല്യൂന്റെ റേഞ്ച്, എത്ര റെഫറൻസ് ഗ്രേഡ് നമ്പർ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആണ്. സോ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കണം. സോ ഇവിടെ റെഫറൻസുമായി ബന്ധപ്പെട്ട് റെഫറൻസിന്റെ സിമ്പല്, റെഫറൻസിന്റെ വാല്യൂ, റെഫറൻസിന്റെ ഗ്രേഡ്, ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ ആണോ? ഓക്കെ, ഫൈൻ. അപ്പൊ അത് ശ്രദ്ധിക്കാം. മറ്റൊരു ചോദ്യം, വാട്ട് ഡിറ്റർമൈൻഡ് വൈൽ മെഷറിംഗ് എ കമ്പോണന്റ്? ഒരു കമ്പോണന്റ് മെഷർ ചെയ്യുന്ന സമയത്ത് എന്താണ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ടാവുക? ഒരു കമ്പോണന്റ് മെഷർ ചെയ്യാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു ഷാഫ്റ്റിന്റെ നോമിനൽ സൈസ് 50 mm ആണെന്ന് നമുക്കറിയാം. നോമിനൽ സൈസ്, ഡ്രോയിങ്ങിലുള്ള സൈസ് 50 mm. നമ്മൾ ഒരു വെർനിയർ കാലിപ്പർ കയ്യിലെടുത്തുകൊണ്ട് നമ്മൾ ഇതിനെ മെഷർ ചെയ്യുന്നു. സോ മെഷർ ചെയ്യുന്ന സമയത്ത് വാട്ട് ഡിറ്റർമൈൻഡ് വൈൽ മെഷറിംഗ് എ കമ്പോണന്റ്, ഒരു കമ്പോണന്റ് മെഷർ ചെയ്യുന്ന സമയത്ത് എന്താണ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്, എന്താണ് നമ്മൾ കിട്ടുന്നത്? യെസ്, അപ്പൊ അത് എന്താണ്? ആക്ച്വൽ സൈസ് അല്ലെ? ആക്ച്വൽ സൈസ് ആയിരിക്കും നമ്മൾ മെഷർ ചെയ്യുന്നുണ്ടാവും. സോ ആക്ച്വൽ സൈസ് എന്ന് പറയുന്നത് നമുക്ക് കൃത്യമായിട്ട് കിട്ടുമോ? ഇല്ല. ആക്ച്വൽ സൈസ് എന്ന് പറയുന്നത് ഒരു പക്ഷേ 49 mm ആയിരിക്കും കിട്ടുന്നുണ്ടാവുക അല്ലെ? അപ്പോ അല്ലെന്നുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ ചിലപ്പോ 49 mm ആയിരിക്കും കിട്ടുന്നുണ്ടാവുക ഒരു പക്ഷെ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് 50 പ്ലസ് ഓർ മൈനസ്, അല്ലെങ്കിൽ മൈനസ് പോയിന്റ്, അല്ലെങ്കിൽ മൈനസ് പോയിന്റ്, അല്ലെങ്കിൽ -1 mm എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അതായത് എന്താ, അപ്പോഴാണ് 49 വിത്തിന്റെ ലിമിറ്റ് ആവുക. എന്നാൽ മാത്രമേ അത് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അല്ലെ? സോ ടോളറൻസ് ഉണ്ടാവും, ടോളറൻസ്. ഓക്കെ, ഫൈൻ. അപ്പൊ ഇവിടെ ഉത്തരം എന്താണ്? ആക്ച്വൽ സൈസ് ആണ്. സോ ഇറ്റ് ഈസ് എ സൈസ് ഓഫ് ദ കമ്പോണന്റ് ബൈ ആക്ച്വൽ മെഷർമെന്റ് ആഫ്റ്റർ ഇറ്റ് ഈസ് മാനുഫാക്ചേർഡ്. മാനുഫാക്ചർ ചെയ്ത ശേഷം നമ്മൾ ആക്ച്വൽ മെഷർമെന്റ് എടുക്കാറുണ്ട്. അതിനെ നമ്മൾ എന്താ വിളിക്കുക? ആക്ച്വൽ സൈസ് എന്ന് വിളിക്കുന്നുണ്ടാവും. സോ ഇറ്റ് ഷുഡ് ലൈ ബിറ്റ്വീൻ ദ 2 ലിമിറ്റ്സ് ഓഫ് സൈസ് ഇഫ് ദ കമ്പോണന്റ് ഈസ് അക്സെപ്റ്റഡ്. ഇത്തരത്തിൽ മാക്സിമം ലിമിറ്റ് ഉണ്ടാവും, മിനിമം രണ്ട് അപ്പർ ലിമിറ്റ് ഉണ്ട്, ലോവർ ലിമിറ്റ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ 50 പ്ലസ് ഓർ മൈനസ് 1 ആണ് എന്നുണ്ടെങ്കിൽ ആ കമ്പോണന്റിന്റെ വാല്യൂ നമുക്ക് അക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 51 ആകാം, 49 ആകാം. അപ്പൊ ഇവിടുത്തെ ടോളറൻസ് എന്ന് പറയുന്നത് 2 mm ആണ് അല്ലെ? സോ അത്തരത്തിലാണ് നമുക്ക് റെപ്രസെന്റേഷൻ എന്നുള്ളത് നമുക്കറിയാം. ഓക്കെ, അപ്പൊ ഈ വിത്തിൻ ദ ലിമിറ്റിലാണെന്നുണ്ടെങ്കിൽ 49 51 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ തരുന്ന ടോളറൻസ് ലിമിറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കത് അക്സെപ്റ്റബിൾ ആണ്. ഓക്കെ, അതല്ല 48.9 ആയാലും അത് റിജക്ട് ചെയ്യും. 51.01 ആയാലും അത് റിജക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ അത് മനസ്സിലാക്കിയാൽ മതി. അതുമായി ബന്ധപ്പെട്ട് മറ്റൊരു ചോദ്യം, ഇഫ് ദ ഹോൾ സൈസ് വേരീസ് ഫ്രം 30 mm to 30.025 mm, the tolerance on the hole is dash. The whole size varies from 30 mm to 30.025 mm. The tolerance on the hole is dash. ടോളറൻസ് നമ്മൾ നേരത്തെ പറഞ്ഞ ടോളറൻസ് എന്ന് പറയുന്നത് എന്താ? അപ്പർ ലിമിറ്റ്
മൈനസ് യെസ് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. ഓക്കെ, അവിടെ ഇവിടുത്തെ അപ്പർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? 30.025 30.025 30.025 മൈനസ് 30. അപ്പൊ നമുക്കറിയാം അതിന്റെ ടോളറൻസ് 0.025. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ മിനിമം ലിമിറ്റ് മാക്സിമം ലിമിറ്റ് അല്ലെ, ഹോളിന്റെ മിനിമം ലിമിറ്റ് 30, മാക്സിമം ലിമിറ്റ് 30.025. ടോളറൻസ് എന്ന് പറയുന്നത് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. അപ്പർ ലിമിറ്റ് 30.025, ലോവർ ലിമിറ്റ് 30 ആണെന്ന് അറിയാം. സോ 0.025 mm ആണ് ടോളറൻസ്. ഓക്കെ, സംശയമൊന്നുമില്ല. മറ്റൊരു ചോദ്യം, ഹൗ മെനി ഫണ്ടമെന്റൽ ടോളറൻസ് ഗ്രേഡ് ആർ ഇൻ BIS സിസ്റ്റം? സോ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പ്രകാരം എത്ര ഫണ്ടമെന്റൽ ടോളറൻസ് ഗ്രേഡുകളുണ്ട്? എത്ര ടോളറൻസ് ഗ്രേഡുകളുണ്ട്? യെസ് യെസ്, സംശയമൊന്നും വേണ്ട, 18 ടോളറൻസ് ഗ്രേഡുകളാണുള്ളത്. 18. ഇപ്പം IT ഇന്റർനാഷണൽ ടോളറൻസ് 01 അല്ലെ മുതൽ IT 16 വരെ ആയിട്ട് മൊത്തം 18 ടോളറൻസ് ഗ്രേഡുകളാണുള്ളത്. അപ്പം ഹൗ മെനി ഫണ്ടമെന്റൽ ടോളറൻസ് ഗ്രേഡ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ 18 ഗ്രേഡുകളാണുള്ളത്. സോ ഗ്രേഡ് ഓഫ് ടോളറൻസ്, ഫണ്ടമെന്റൽ ടോളറൻസിനെ നമ്മൾ എന്ത് വിളിക്കാറുണ്ട്? ഗ്രേഡ് ഓഫ് ടോളറൻസ്. അത്തരത്തിൽ 18 ടോളറൻസ് ഗ്രേഡുകളാണ് ഉള്ളത്. സോ IT 01, IT 0, IT 1 to IT 60. സോ അത്തരത്തിൽ 18 ടോളറൻസുകളാണ് ഉള്ളത് എന്നുള്ളത് ഓർത്തിരിക്കും. മറ്റൊരു ചോദ്യം, ദ ഇന്റർനാഷണൽ ടോളറൻസ് ഗ്രേഡ് യൂസ്ഡ് ഫോർ ജനറൽ എഞ്ചിനീയറിംഗ് വർക്ക്. ഈ പറയുന്ന 18 ഗ്രേഡ് നമ്മൾ കണ്ടു. ആ 18 ഗ്രേഡുകളിൽ ഏത് റേഞ്ചാണ് ജനറൽ എഞ്ചിനീയറിംഗ് വർക്കുകൾക്ക് യൂസ് ചെയ്യുന്നുണ്ടാവുക? ജനറൽ എഞ്ചിനീയറിംഗ് എന്ന് ചോദിക്കുമ്പോൾ ജനറൽ എഞ്ചിനീയറിംഗ് വർക്കുകൾക്ക് യൂസ് ചെയ്യുന്ന ഗ്രേഡ് ഏതാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ സി വിൽ ബി ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി ആണ് നമ്മൾ ഓപ്ഷൻ സി. IT 8 to IT 11. IT 8 to IT 11. അപ്പൊ ഇവിടെ സ്റ്റാൻഡേർഡ് ആണ്. ഇവിടെ നോക്കി, ഇന്റർനാഷണൽ ടോളറൻസ് IT 01 to IT 4 ആണെന്നുണ്ടെങ്കിൽ വളരെ വളരെ പ്രിസൈസ് ആയിരിക്കും. നമുക്കറിയാം ടോളറൻസ് വാല്യൂ കുറയുമ്പോഴാണ് അതിന്റെ മാനുഫാക്ചറിങ് കോസ്റ്റ് കൂടുന്നുണ്ടാവുക. കാര്യം അത്രയും ഡീവിയേഷൻ കാണില്ല, വളരെ പ്രിസൈസ് ആയിരിക്കും അല്ലെ. അപ്പൊ അത്രയും ക്ലോസ് ടോളറൻസിലായിരിക്കും നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഷീൻസും മറ്റു കാര്യങ്ങളും വേണം. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വളരെ കൂടുതലായിരിക്കും. അതായത് വളരെയധികം ടോളറൻസ് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഗേജസ്, മെഷറിംഗ് ഇൻസ്ട്രുമെന്റുകൾക്കൊക്കെയാണ് അങ്ങനെ നമ്മൾ മാനുഫാക്ചർ ചെയ്യേണ്ടതായിട്ടുള്ളത്. ഓക്കെ, ഗേജസ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റുകളൊക്കെ IT 01 to IT 4. ദെൻ IT 5 to IT 7 പ്രിസിഷൻ എഞ്ചിനീയറിംഗ് ആപ്ലിക്കേഷൻസിന് യൂസ് ചെയ്യുന്നു. IT 8 to IT 11 ജനറൽ എഞ്ചിനീയറിംഗിന് യൂസ് ചെയ്യുന്നു. 12 to 14 ഷീറ്റ് മെറ്റൽ വർക്കിംഗ്, പ്രസ് വർക്കിംഗിന് യൂസ് ചെയ്യുന്നു. IT 15 to 16 അത് വളരെയധികം വലിയ ടോളറൻസ് ആണ്. സോ അത് കാസ്റ്റിംഗ് പ്രോസസ്സുകൾ, ജനറൽ കട്ടിങ്ങുകളൊക്കെ ഇത്തരത്തിൽ 15, 16 യൂസ് ചെയ്യാറ്. അപ്പൊ അങ്ങനെയാണ് അതിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ടാവുക. എവിടെ നമ്മൾ യൂസ് ചെയ്യുന്നു. ഓക്കെ, സോ IT 01 to IT 16 നമ്മൾ മനസ്സിലാക്കും, ഐഡിയ വെക്കുക. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്, ഇൻ IS സിസ്റ്റം of limit and fit where different types of fit are obtained by varying the size of shaft, the name given to the system is hole basis system, limit, shaft basis system, none of the above. ഷാഫ്റ്റിന്റെ സൈസ് വേരി ചെയ്തുകൊണ്ട് നമ്മൾ ഫിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഏത് സിസ്റ്റം എന്നുള്ളതാണ് ചോദ്യം. ഹോൾ ബേസിസ് ആണോ, ലിമിറ്റ് ബേസിസ് സിസ്റ്റം ആണോ, ഷാഫ്റ്റ് ബേസിസ് സിസ്റ്റം ആണോ, നൺ ഓഫ് ദി അബവ്? ശരിക്കും നമ്മൾ ഷാഫ്റ്റ്, യെസ് മൻസൂർ സി പറഞ്ഞു, ഷാഫ്റ്റ് ബേസ് സിസ്റ്റം അല്ലെ. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചോളൂ, ഇവിടെ നമ്മൾ രണ്ട് സിസ്റ്റമാണ് പറയുന്നത്. ഒന്ന് ഹോൾ ബേസിസ് സിസ്റ്റം ഉണ്ട്, ഷാഫ്റ്റ് ബേസിസ് സിസ്റ്റം ഉണ്ട്. ഓക്കെ, ഹോൾ ബേസിസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഹോള് കോൺസ്റ്റന്റ് ആക്കി വെക്കും, എന്നിട്ട് ഈ ഹോളിനനുസരിച്ചുള്ള ഷാഫ്റ്റിന്റെ സൈസ് വേരി ചെയ്ത് നമ്മൾ നോക്കും. ഓക്കെ, സോ ഹോള് കോൺസ്റ്റന്റ് ആക്കി വെക്കും, ഷാഫ്റ്റിന്റെ സൈസ് വേരി ചെയ്ത് നമ്മൾ
അത് ഫിറ്റ് ആക്കും. ഇനി ഷാഫ്റ്റ് ബേസിസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഷാഫ്റ്റിന്റെ സൈസ് കോൺസ്റ്റന്റ് ആക്കും, ഹോള് നമ്മൾ വേരി ചെയ്ത് നോക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് വേരിയേഷൻ. അപ്പൊ ഏതാണ് കോൺസ്റ്റന്റ് അതാണ് ബേസിസ് ആക്കി വെക്കുന്നുണ്ടാവുക. അപ്പം ഹോള് കോൺസ്റ്റന്റ് ആണ്, ഷാഫ്റ്റ് വേരിയിങ് ആണെന്നുണ്ടെങ്കിൽ അത് ഹോൾ ബേസിസ് സിസ്റ്റം. ഷാഫ്റ്റ് കോൺസ്റ്റന്റ് ആണ്, ഹോള് വേരി ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഷാഫ്റ്റ് ബേസിസ് സിസ്റ്റം. ഏതാണ് കോൺസ്റ്റന്റ് ആ ബേസിൽ. ഹോൾ കോൺസ്റ്റന്റ് ആണ്, ഹോൾ ബേസിസ് സിസ്റ്റം. അപ്പൊ ഹോൾ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ എന്ത് വേരി ചെയ്യും? ഷാഫ്റ്റ് വേരി ചെയ്യും. ഈ ഷാഫ്റ്റ് കോൺസ്റ്റന്റ് ആണ് അല്ലെ, അപ്പൊ ഷാഫ്റ്റ് ബേസിസ് സിസ്റ്റം. അപ്പൊ എന്താ വേരി ചെയ്യുക? ഹോൾ വേരി ചെയ്യുന്നുണ്ടാവും. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ലിമിറ്റ് ഫിറ്റ് ടോളറൻസിൽ വേരിയിങ് ദ സൈസ് ഓഫ് ഷാഫ്റ്റ് ആ പറയുന്നത്. അപ്പം ഏത് സിസ്റ്റം ആയിരിക്കും മനസ്സിലായി? യെസ്. അപ്പൊ അവിടെ നമുക്ക് മനസ്സിലാക്കാം അത് ഹോൾ ബേസിസ് സിസ്റ്റം ആണ്. അപ്പോ ഈ പറയുന്ന ഹോൾ ബേസിസ് സിസ്റ്റം എന്താണ്, ഷാഫ്റ്റ് ബേസിസ് സിസ്റ്റം എന്താണെന്ന് മനസ്സിൽ മനസ്സിലാക്കിയാൽ മതി. അവിടെ ചിലപ്പോൾ ഒരു ചോദ്യം നമുക്ക് വരും. അപ്പോൾ ഹോൾ ബേസിസ് സിസ്റ്റം എന്ന് പറയുന്നത് സൈസ് ഓഫ് ദ ഹോൾ കെപ്റ്റ് കോൺസ്റ്റന്റ് ആൻഡ് ദ സൈസ് ഓഫ് ദ ഷാഫ്റ്റ് വേരിഡ് ടു ഗെറ്റ് ഡിഫറെന്റ് ക്ലാസ് ഓഫ് ഫിറ്റ് ഈസ് നോൺ ആസ് ഹോൾ ബേസിസ് സിസ്റ്റം. ഈ ഹോൾ ബേസിസ് സിസ്റ്റത്തിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന സിമ്പൽ എച്ച്, ക്യാപിറ്റൽ എച്ച് ആണ്. ഷാഫ്റ്റ് ബേസിസ് ആണെങ്കിൽ സ്മോൾ ലെറ്റർ എച്ച്. അപ്പൊ സ്മോൾ ലെറ്റർസ് യൂസ് ചെയ്യുന്നത് ഷാഫ്റ്റ്, അത് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഹോൾ ബേസിസ് സിസ്റ്റം ആണെങ്കിൽ ക്യാപിറ്റൽ എച്ച് ആണെന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ബേസിക് ഹോൾ ആവുമ്പോൾ ലോവർ ഡീവിയേഷൻ 0 ആണ് അല്ലെ. ലോവർ ഡീവിയേഷൻ ഓഫ് ദ ഹോൾ ഈസ് 0 ഇൻ ദ കേസ് ഓഫ് ഹോൾ ബേസിസ് സിസ്റ്റം. മറ്റു ചോദ്യത്തിലേക്ക് വരാം. എ ബേസിക് ഷാഫ്റ്റ് വൺ ഹൂസ് ലോവർ ഡീവിയേഷൻ ഈസ് 0, upper deviation is 0, lower and upper deviation is 0, none of this. A basic shaft, one whose lower deviation is 0, upper deviation is 0, lower and upper deviation is 0. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കൂ, ഒരു ഷാഫ്റ്റ് കൺസ്ട്രക്ട് ചെയ്യാണ്. നമ്മളൊരു ഷാഫ്റ്റ് കൺസ്ട്രക്ട് ചെയ്തു. ഷാഫ്റ്റിന്റെ സൈസ് 50 ആണ് അല്ലെ, 50. നമ്മൾ ഈ ഷാഫ്റ്റിന്റെ സൈസ് 50 സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 50ക്ക് മുകളിലേക്ക് നമുക്ക് ഷാഫ്റ്റിന്റെ സൈസ് എത്തിക്കാൻ സാധിക്കുമോ? 55 mm ഡയമീറ്റർ ഉള്ള ഷാഫ്റ്റ് നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടുമോ? ഇല്ല. കാര്യം ഷാഫ്റ്റിന്റെ സൈസ് മാക്സിമം സൈസ് 50. പിന്നീട് നമ്മൾ മെഷീൻ ചെയ്യുകയാണെങ്കിൽ തന്നെയും അത് നമുക്ക് വേണമെങ്കിൽ 49 ആക്കാം, 48 ആക്കാം, 45 ആക്കാം, അല്ലെങ്കിൽ 20 ആക്കാം, 10 ആക്കാം. നമുക്ക് അതിങ്ങനെ കുറയ്ക്കാൻ സാധിക്കും. പക്ഷെ കൂട്ടാൻ സാധിക്കുമോ? ഈ 50 എന്ന് പറയുന്ന ഷാഫ്റ്റിനെ നമുക്ക് 55 ആക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ ബേസിക് ഷാഫ്റ്റ് ടൂസ് എന്തായിരിക്കും? ഏത് ഡീവിയേഷൻ ആയിരിക്കും 0 ആയിട്ടുണ്ടാവുക? 50 മുകളിലേക്കുള്ളതാണോ? യെസ്. അപ്പർ ഡീവിയേഷൻ ഈസ് 0 അല്ലെ. 50 എന്നുള്ള ഷാഫ്റ്റിന് അപ്പർ ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ 51, 52 ഒക്കെ അപ്പറാണ്. എന്നാൽ ഒരു ഹോൾ ആണെന്ന് ഇരിക്കട്ടെ, ഒരു ഹോൾ ഞാൻ ഡ്രിൽ ചെയ്തപ്പം ആ ഹോളിന്റെ സൈസ് 10 mm ആണ്. ഇനി എനിക്ക് 10 mm ഡ്രിൽ ചെയ്തിട്ടുള്ള ഒരു ഹോള്, അതിനെ എനിക്ക് ചെറുതാക്കാൻ പറ്റുമോ? 9 mm ആക്കാൻ പറ്റുമോ? 8 mm ആക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ. ഒരു ഹോളിനെ സംബന്ധിച്ചിടത്തോളം ലോവർ ഡീവിയേഷൻ 0 ആണ്. അല്ലെ. 9 or 8 ആക്കാൻ പറ്റില്ല, കാര്യം 10 mm ഹോൾ ഓൾറെഡി അവിടെ ഉണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ അതിനെ 11 mm ആക്കാം, അല്ലെങ്കിൽ 12 ആക്കാം, വലുതാക്കാം. ചെറുതാക്കാൻ പറ്റില്ല. ഓൾറെഡി ഡ്രിൽ ചെയ്തിട്ടുള്ള ഒരു ഹോളിനകത്ത് ചെറുതാക്കാൻ പറ്റും? ഇല്ല. അതിനെ നമുക്ക് വലുതാക്കാം, വേണമെങ്കിൽ 10, 11, 12, ദാറ്റ് ഡിപ്പെൻസ്. നമുക്ക് വലുതാക്കാൻ പറ്റും. അപ്പർ ഡീവിയേഷൻ അവിടെ ഉണ്ട്, ലോവർ ഡീവിയേഷൻ 0 ഇൻ ദ കേസ് ഓഫ് ഹോൾ. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. എന്താണ്? ലോവർ ഡീവിയേഷൻ ഓഫ് ഹോൾ എന്ന് പറയുന്നത് 0 ആണ്. അപ്പർ ഡീവിയേഷൻ ഓഫ് ഷാഫ്റ്റ് എന്ന് പറയുന്നത് 0. അപ്പോ ഇവിടെ ഉത്തരം ഹോൾ ആയതുകൊണ്ട് തന്നെ, ഇവിടെ ഷാഫ്റ്റ് ആയതുകൊണ്ട് നമുക്ക് പറയാം ബേസിക് ഷാഫ്റ്റ് ഹൂസ് അപ്പർ ഡീവിയേഷൻ ഈസ് 0 എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഫൈൻ. സോ ഇവിടെ ഉത്തരം അപ്പർ ഡീവിയേഷൻ ഈസ് 0. ഇനി അത് ഷാഫ്റ്റ് അല്ല ഹോൾ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഉത്തരം എ, ലോവർ ഡീവിയേഷൻ ഈസ് 0. ഓക്കെ, ഫൈൻ. ക്ലിയർ ആണെന്ന് കരുതുന്നു. 2 പോയിന്റ് ഓർത്തിരിക്കാം. മറ്റൊരു ചോദ്യം, ഡിഗ്രി ഓഫ് ക്ലോസ്നെസ് of the measured value of certain quantity with its true value. ഇതിനെ നമ്മൾ എന്താ വിളിക്കുക? accuracy, precision, sensitivity, standard.
നമ്മൾ മെഷർ ചെയ്തപ്പോ 50 mm ആണ്. ഓക്കെ, നമ്മൾ ശ്രദ്ധിച്ചോളൂ. ഡിഗ്രി ഓഫ് ക്ലോസ്നെസ് ഓഫ് ദ മെഷേർഡ് വാല്യൂ ഓഫ് എ സെർട്ടൻ ക്വാണ്ടിറ്റി വിത്ത് ഇറ്റ്സ് ട്രൂ വാല്യൂ അല്ലെ. അതായത് നമ്മളൊരു മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്, നമ്മുടെ കയ്യിൽ ഒരു മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് എന്ന് ഇരിക്കട്ടെ. ഫോർ എക്സാമ്പിൾ വെർനിയർ കാലിപ്പർ. വെർനിയർ കാലിപ്പർ നമ്മുടെ കയ്യിലുണ്ട്. ഈ വെർനിയർ കാലിപ്പർ വെച്ചിട്ട് സ്റ്റാൻഡേർഡ് ആയിട്ട് 50 mm ഡയമെൻഷനുള്ള, ഡയമീറ്ററുള്ള 50 mm ഡയമീറ്ററുള്ള ഈ പറയുന്ന ഷാഫ്റ്റ് ഞാൻ മെഷർ ചെയ്യാം. മെഷർ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ വാല്യൂ കൃത്യമായിട്ട് 50 എന്നിരിക്കട്ടെ. മെഷർ ചെയ്തപ്പോൾ കൃത്യമായിട്ട് എനിക്ക് 50 mm കിട്ടി. അപ്പം അല്ലെങ്കിൽ 49.999 കിട്ടിയെന്നിരിക്കട്ടെ. 99 കിട്ടിയെന്നിരിക്കട്ടെ നമ്മുടെ വെർനിയർ കാലിപ്പർ വെച്ചിട്ട്. അപ്പോൾ അതായത് നമ്മളുടെ 50നോട് ഏറ്റവും ക്ലോസ് ആയിട്ടിരിക്കുകയാണ്. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു വെർനിയർ കാലിപ്പർ എന്ന് പറഞ്ഞാൽ വളരെയധികം ആക്യുറേറ്റ് ആണ് അല്ലെ. എന്നാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു വെർനിയർ കാലിപ്പർ ഇവിടെ നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് എത്രയാണ്? 48 ആണെന്ന് ഇരിക്കട്ടെ. 48 ആണ്. ഈ പറയുന്ന 48 തന്നെയായിരിക്കും എവിടെ മെഷർമെന്റ് എടുത്താലും നമുക്ക് കിട്ടുന്നുണ്ടാവുക. അല്ലെങ്കിൽ എത്ര തവണ എടുത്താലും 48 തന്നെ കിട്ടുള്ളൂ. സോ അതെന്ന് പറയുന്നത് എറർ ഉണ്ട് അല്ലെ. ഇവിടെ 2 mm എറർ ഉണ്ട്. ആ എറർ എന്ന് പറയുമ്പോൾ അവിടെ ഫിക്സ്ഡ് ആണ്. സോ ആ എറർ നമ്മൾ ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? പിന്നീട് അത് 48 ഉണ്ടെങ്കിൽ തന്നെയും അത് കൃത്യമായിട്ട് 50 ഉണ്ട്. അവിടെ 2 mm കുറച്ചാണ് കാണിക്കുന്നത്. അപ്പോഴാണ് അത് പ്രിസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് പ്രിസൈസ് ആണ്, പക്ഷെ ആക്യുറേറ്റ് അല്ല, പ്രിസൈസ് ആണ്. കാര്യം എപ്പോൾ എടുത്താലും അത് 48 തന്നെ കാണിക്കും. നമ്പർ ഓഫ് ടൈംസ് എത്ര തവണ എടുത്താലും അത് 48 തന്നെ കാണിക്കും. സോ നമുക്ക് അതിന്റെ കൂടെ ആ ഒരു എറർ കൃത്യമായിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ ആ ഒരു എററോട് ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഒരു 2 mm എറർ ഉണ്ട് ആ ഒരു മെഷീന്. അപ്പൊ നമ്മൾ എന്താണ്, നമ്മൾ എടുക്കുന്ന മെഷർമെന്റിന്റെ കൂടെ 2 mm കൂടെ ആഡ് ചെയ്യും എല്ലായ്പ്പോഴും. അപ്പൊ നമുക്ക് ആക്യുറേറ്റ് വാല്യൂ കിട്ടും. അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് ക്ലോസ് ആയിട്ടുള്ള വാല്യൂന് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ആക്യുറേറ്റും, അതല്ല റിപ്പീറ്റബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രിസിഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പൊ എന്താണ് ആക്യുറസി ആൻഡ് എന്താണ് പ്രിസിഷൻ എന്നുള്ളത് ഓർത്തിരുന്നാൽ മതി. So degree of closeness of the measured value of a certain quantity with its true value. True value എന്ന് പറഞ്ഞാൽ ഇവിടെ 50. ആ 50നോട് വളരെയധികം അടുത്ത് നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം നമ്മുടെ ഇൻസ്ട്രുമെന്റ് ആക്യുറേറ്റ് ആണ്. അടുത്ത് നിൽക്കുന്നില്ല, 48 കിട്ടിയുള്ളൂ. ഇനി എത്ര തവണ എടുത്താലും ഈ 48 വരുന്നുണ്ട്. പക്ഷെ നമുക്ക് അവിടെ 2 mm എന്താണ്, അവിടെ എറർ ഉണ്ടെന്ന് മനസ്സിലായി. സോ അങ്ങനെ റിപ്പീറ്റബിലിറ്റി നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് പ്രിസിഷൻ എന്ന് പറയാം. ഇതാണ് ഓർക്കേണ്ടത്. ഓക്കെ ആണോ? എന്താണ് ആക്യുറസി, എന്താണ് പ്രിസിഷൻ, മെഷർമെന്റുമായി ബന്ധപ്പെട്ട്. ഓക്കെ, ഇത്ര ഓർത്തിരുന്നാൽ മതി. അപ്പൊ ഓപ്ഷൻ എ ആണ് ഇവിടെ ഉത്തരമായിട്ട് വരിക. ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരിക. മറ്റൊരു ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് റിഗാർഡിംഗ് മിനിമം ക്ലിയറൻസ്? മിനിമം ക്ലിയറൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു ഷാഫ്റ്റ്, ഇതൊരു ഹോളാന്നിരിക്കട്ടെ. ഹോളിനുള്ളിലേക്ക് നമുക്ക് ഷാഫ്റ്റ് കയറി പോകണം. ഇതാണ് നമ്മുടെ ക്ലിയറൻസ് എന്ന് പറയുന്നത്. ക്ലിയറൻസ്. അപ്പൊ ക്ലിയറൻസ് ഏറ്റവും കുറവാകണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഷാഫ്റ്റും കറക്റ്റ് ഹോളും അല്ലെ. യെസ്. അപ്പൊ അതായത് ഡിഫറൻസ് ബിറ്റ്വീൻ മിനിമം സൈസ് ഓഫ് ഹോൾ, ഏറ്റവും ചെറിയ ഹോൾ ഉണ്ടല്ലോ, മിനിമം സൈസ് ഓഫ് ഹോളും മാക്സിമം സൈസ് ഓഫ് ഷാഫ്റ്റും ആണ് നമ്മളവിടെ മിനിമം ക്ലിയറൻസ് എന്ന് പറയുന്നത്. മിനിമം ക്ലിയറൻസ്. സോ മിനിമം ക്ലിയറൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം, ദാറ്റ് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ മിനിമം സൈസ് ഓഫ് ഹോൾ ആൻഡ് മാക്സിമം സൈസ് ഓഫ് ഷാഫ്റ്റ് അല്ലെ. എക്സോ മാക്സിമം സൈസ് ഷാഫ്റ്റും മിനിമം സൈസ് ഹോളും ആണെന്നുണ്ടെങ്കിൽ അവിടെ അത് ഉള്ളിലേക്ക് കയറുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അവിടെ ഏറ്റവും മിനിമം ക്ലിയറൻസ് ഉണ്ട്, മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. സോ മിനിമം ക്ലിയറൻസ് ആണ് അത് മനസ്സിലാക്കുന്നത്. മാക്സിമം ക്ലിയറൻസ് ആണെന്നുണ്ടെങ്കിൽ മാക്സിമം സൈസ് ഓഫ് ഹോളും മിനിമം സൈസ് ഓഫ് ഷാഫ്റ്റും ആണെന്നുണ്ടെങ്കിൽ അത് മാക്സിമം ക്ലിയറൻസ് ആണ്. യെസ്. ഇവിടെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, മനസ്സിലാക്കി വെക്കാം. ഇതാണ് ക്ലിയറൻസ് ഫിറ്റ്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ മിനിമം ഹോൾ ആൻഡ് ദ മാക്സിമം ഷാഫ്റ്റ് ആണ് മിനിമം ക്ലിയറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, മറ്റു ചോദ്യം. The difference between the size of the manufactured product and the corresponding nominal size. The difference between the size of manufactured product and corresponding nominal size. നേരത്തെ പറഞ്ഞു നോമിനൽ സൈസ് 50 mm, നമ്മൾ മാനുഫാക്ചർ ചെയ്ത് വന്നപ്പോൾ 48 mm ആയി.
സോ ആ ഒരു ഡിഫറൻസ് 50 മൈനസ് 48 അതിന് എന്താ നമ്മൾ പറയുക? അലവൻസ്, ടോളറൻസ്, ആക്ച്വൽ ഡീവിയേഷൻ, മിനിമം ഡീവിയേഷൻ. 50 സൈസിൽ നിന്ന് 48ലേക്ക് മാറി. The difference between the size of manufactured product and the corresponding nominal size. യെസ്, ഉത്തരം എന്താ? ആക്ച്വൽ ഡീവിയേഷൻ. ആക്ച്വൽ ഡീവിയേഷൻ അല്ലെ? ആ ഒരു ഡീവിയേഷൻ സംഭവിച്ചു. 50 നിന്ന് 48ലേക്ക് ആക്ച്വൽ ആയിട്ട് ഡീവിയേഷൻ സംഭവിച്ചു. ഓപ്ഷൻ സി വിൽ ബി ദ റൈറ്റ് ആൻസർ. The size obtained after the manufacturing is called actual size. ഇത്തരത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞു മെഷർമെന്റ് എടുത്തപ്പോൾ നമുക്ക് കിട്ടിയത് ആക്ച്വൽ സൈസ് ആണ്. ഈ നമ്മൾ ഉദ്ദേശിച്ച് നമുക്ക് വേണ്ടുന്നത് 50 ആയിരുന്നു, മെഷർമെന്റ് എടുത്തപ്പോൾ 48 കിട്ടി. But the difference between actual size and the corresponding basic size. ഇത്തരത്തിൽ ആക്ച്വൽ സൈസും കറസ്പോണ്ടിങ് ബേസിക് സൈസും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ആക്ച്വൽ ഡീവിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണേ? ക്ലിയർ ആണ് ആക്ച്വൽ ഡീവിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഫൈൻ. ചോദ്യം. The relation between mating parts in an assembly is termed as. The relation between mating parts in an assembly is termed as kinematic pair, joint, mechanism, fit. മീറ്റിംഗ് പാർട്ടുകൾ തമ്മിൽ അസംബിൾ ചെയ്യുന്ന സമയത്ത് എന്താ അവിടെ വേണ്ടത്? നമുക്ക് ഫിറ്റ്. സംശയമൊന്നും വേണ്ട, ഫിറ്റ് അല്ലെ? ഫിറ്റ്. സോ അതാണ് നമ്മൾ ക്ലിയറൻസ് ഫിറ്റ്, ട്രാൻസിഷൻ ഫിറ്റ്, ഇന്റർഫറൻസ് ഫിറ്റ് എന്നൊക്കെ നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഓപ്ഷൻ ഡി വിൽ ബി ദ റൈറ്റ് ആൻസർ, ഫിറ്റ്. ഫിറ്റ് എന്ന് പറഞ്ഞാൽ ബേസിക് ഡെഫിനിഷൻ ഡിഗ്രി ഓഫ് ടൈറ്റ്നസ് ഓർ ലൂസ്നെസ്, ഡിഗ്രി ഓഫ് ടൈറ്റ്നസ് ഓർ ലൂസ്നെസ് ബിറ്റ്വീൻ ടു മീറ്റിംഗ് പാർട്ട് അല്ലെ? അസംബ്ലി ചെയ്യുന്ന, മേറ്റ് ചെയ്യുന്ന രണ്ട് പാർട്ടുകൾക്കിടയിൽ ഡിഗ്രി ഓഫ് ടൈറ്റ്നസ് ഓർ ലൂസ്നെസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഫിറ്റ് എന്ന് വിളിക്കുന്നുണ്ട്. ഫിറ്റ്. ദ നേച്ചർ ഓഫ് ഫിറ്റ് ഈസ് ഡിപ്പെൻഡ് ഓൺ ദ ലിമിറ്റ് ഓഫ് ടോളറൻസ് ആൻഡ് ഫണ്ടമെന്റൽ ഡീവിയേഷൻ ഓഫ് ദ മീറ്റിംഗ് പാർട്ട്. ഏത് തരത്തിലുള്ള ഫിറ്റ് ആണ് എന്നുള്ളത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? ലിമിറ്റ് ഓഫ് ടോളറൻസിനെയും അതുപോലെ തന്നെ ഫണ്ടമെന്റൽ ഡീവിയേഷനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഓക്കെ, ഫൈൻ. മറ്റൊരു ചോദ്യം. When tolerance is given on one side of the basic dimension, it is called. Tolerance is given on one side of the basic dimension, it is called. അതായത് ടോളറൻസ് +or-2, ടോളറൻസ് 50, നമുക്ക് +0.00 -2. അതിൽ ഒരു സൈഡിലേക്ക് മാത്രം കൊടുക്കുന്നു. ഒരു സൈഡിലേക്ക് മാത്രം കൊടുക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് യൂണിലാറ്ററൽ ടോളറൻസ്. ഇവിടെ ഇതെന്ന് പറഞ്ഞാൽ എന്താ? ബൈലാറ്ററൽ ടോളറൻസ്. ഓക്കെ, അപ്പൊ രണ്ട് ഭാഗത്തേക്ക് ഉണ്ടെങ്കിൽ ബൈലാറ്ററൽ, ഒരു ഭാഗത്തേക്ക് മാത്രമേ ഉള്ളൂ അല്ലെ? അതാണ് യൂണിലാറ്ററൽ. സോ യൂണിലാറ്ററൽ ടോളറൻസ് എന്ന് പറയുമ്പോൾ ഡയമെൻഷൻ ഓഫ് ദ പാർട്ട് അലൗഡ് ടു വേരി ഓൺലി ഓൺ വൺ സൈഡ് ഓഫ് ദ ബേസിക് സൈസ് അല്ലെ? ഒരു സൈഡിലേക്ക് മാത്രം, അതിനാണ് യൂണിലാറ്ററൽ. രണ്ട് സൈഡിലേക്കും അവിടെ വേരിയേഷൻ ഉണ്ടെങ്കിൽ അതിനെ ബൈലാറ്ററൽ എന്ന് പറയുന്നു. യെസ്. മറ്റു ചോദ്യം. എ ബേസിക് ഹോൾ മീൻസ് അപ്പർ ഡീവിയേഷൻ 0, ലോവർ ഡീവിയേഷൻ 0, ബോത്ത് എ ആൻഡ് ബി നൺ ഓഫ് ദം. നമ്മൾ നേരത്തെ പറഞ്ഞതേ ഉള്ളൂ, ഇത്രയും പറഞ്ഞു. ബേസിക് ഹോൾ ഒരു ബേസിക് ഹോൾ ആണെന്നുണ്ടെങ്കിൽ യെസ്, ബേസിക് ഹോൾ ശ്രദ്ധിക്കുക. ബേസിക് ഹോൾ ആണെങ്കിൽ ഏതായിരിക്കും 0? ലോവർ ഡീവിയേഷൻ 0 അല്ലെ? ഹോൾ അല്ലേ? ഹോൾ ആകുമ്പം നമുക്കിപ്പോ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 10 mm ഡയമീറ്റർ ഉള്ള ഹോൾ നമ്മൾ ഡ്രിൽ ചെയ്തു. ഇനി നമുക്ക് ഇതിനെ 9 ആക്കാൻ പറ്റുമോ? പറ്റത്തില്ല. 8 ആക്കാൻ പറ്റുമോ? പറ്റത്തില്ല. പക്ഷെ 11 ആക്കാം, ഒന്നുകൂടെ വലുതാക്കിയാൽ മതി. അപ്പൊ ലോവർ ഡീവിയേഷൻ കുറയ്ക്കാൻ കഴിയില്ല. ലോവർ ഡീവിയേഷൻ 0, അപ്പർ ഡീവിയേഷൻ ഉണ്ട്. അപ്പൊ ഇവിടെ ഓപ്ഷൻ ബി ആണ് ഇവിടെ ഉത്തരമായിട്ട് വരിക. ലോവർ ഡീവിയേഷൻ ഈസ് 0. സോ ബേസിക് ഹോൾ ആവുമ്പം, ഹോൾ ബേസിസ് സിസ്റ്റം ആകുമ്പോൾ ക്യാപിറ്റൽ H വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നു. ലോവർ ഡീവിയേഷൻ 0. ഓക്കെ ആണേ? മറ്റൊരു ചോദ്യം നോക്കിയേ, ഒരു ബേസിക് പ്രോബ്ലം ആണ്. ഇഫ് എ ഷാഫ്റ്റ് സൈസ് ബൈലാറ്ററൽ ടോളറൻസ് 38 + 0.03, 38 - 0.01, മേറ്റ് വിത്ത് എ ഹോൾ സൈസ് 38 ± 0.02, 0.01 mm. മാക്സിമം ഇന്റർഫറൻസ് എത്ര എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, മാക്സിമം ഇന്റർഫറൻസ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ കണ്ടീഷൻ നോക്കണം അല്ലെ? സോ ഇവിടെ ഉത്തരം ഓപ്ഷൻ സി ആണ് വരിക. എങ്ങനെ കിട്ടും നമുക്ക്? മാക്സിമം ടോളറൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഷാഫ്റ്റ് മാക്സിമം, ഏറ്റവും ചെറിയ ഹോളും മാക്സിമം
ഡയമെൻഷനുള്ള ഷാഫ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിവിടെ മാക്സിമം ഇന്റർഫറൻസ് കിട്ടുള്ളൂ. അവിടെ ഏറ്റവും അലൗബിൾ ആയിട്ടുള്ള ഏറ്റവും ചെറിയ ഹോളും വലിയ ഷാഫ്റ്റും അല്ലെ, ചെറിയ ഹോളും വലിയ ഷാഫ്റ്റും ആണെങ്കിൽ മാത്രമേ അവിടെ ഇന്റർഫറൻസ് കടന്നു പോകാതെ ഇന്റർഫറൻസ് ആകുകയുള്ളൂ. ആ കണ്ടീഷനാണ് നമുക്ക് വേണ്ടത്. തന്നിരിക്കുന്ന ഡയമെൻഷനിൽ നിന്നും നമ്മൾ ലൈക്ക് എന്താണ് പിടിക്കുക, മാക്സിമം ഷാഫ്റ്റ് അല്ലെ, ഷാഫ്റ്റിന്റെ സൈസ് ഇവിടെ +0.03 ആണ്, -0.01 ആണ്. അപ്പൊ ഏറ്റവും വലിയ ഷാഫ്റ്റ് ഇതിൽ നിന്ന് വരുന്നുണ്ടാവുക 38.03 mm ആണ് ഏറ്റവും വലിയ ഷാഫ്റ്റിന്റെ സൈസ് അല്ലെ. ഏറ്റവും ചെറിയ ഷാഫ്റ്റ് ആണെങ്കിൽ 37. എന്താണ് 99 എന്നുള്ളത് ഒന്നേനെ. ഏറ്റവും ഇവിടെ വലിയ ഷാഫ്റ്റും ചെറിയ ഹോളും ആണ് നമ്മൾ ഡിഫറൻസ് ചെയ്യേണ്ടത്. അപ്പൊ വലിയ ഷാഫ്റ്റ് കിട്ടി. ഇനി ചെറിയ ഹോൾ എന്താ? ഏറ്റവും ചെറിയ ഹോൾ എന്ന് പറയുന്ന ഹോൾ സൈസ് നോക്കി. ഏറ്റവും ചെറിയ ഹോൾ എന്ന് പറയുന്നത് നമുക്ക് 38 -0.01 അല്ലെ, 0.01 കുറയ്ക്കുക. അപ്പൊ 37.99. രണ്ട് സൈസും കിട്ടി. ഇനി ഇത് ഡിഫറൻസ് ചെയ്താൽ മതി. 38 നിന്നും 38.01 38.03 നിന്നും എന്ത് കുറയ്ക്കുക? 37.99 കുറയ്ക്കുക. സോ മാക്സിമം ഷാഫ്റ്റ് സൈസ് മൈനസ് മിനിമം ഹോൾ സൈസ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 0.04 എന്നും കിട്ടും. അപ്പൊ എന്താണെന്നുള്ള മനസ്സിലാക്കിയിരുന്നാൽ മതി. പ്രോബ്ലം ഒന്ന് മനസ്സിലാക്കി വെക്കുക. എങ്ങാനും ചോദിക്കാൻ സാധ്യത കുറവാണ് എങ്കിൽ തന്നെയും മാക്സിമം ഒരു ടോളറൻസ് കണ്ടുപിടിക്കുന്നതൊക്കെ പ്രതീക്ഷ മതിയാകും. എങ്കിൽ തന്നെയും ഒന്ന് മനസ്സിലാക്കി വെക്കുക. അത്തരത്തിൽ ഒരു ചോദ്യം വന്നാൽ മനസ്സിലാക്കുക. മാക്സിമം ഷാഫ്റ്റ്, മിനിമം ഹോൾ. ഓക്കെ ആണോ? അതുപോലെ തന്നെ മറ്റൊരു ചോദ്യം നോക്കി. സെയിം ആണ്, സെയിം കോൺസെപ്റ്റ്. ഫൈൻഡ് ദ മാക്സിമം ക്ലിയറൻസ് ഇൻ mm. അല്ലെ, ഇവിടെ മാക്സിമം, ഇവിടെ എന്തായിരുന്നു? മാക്സിമം ഇന്റർഫറൻസ് ആയിരുന്നു. ഇവിടെ മാക്സിമം ക്ലിയറൻസ് ഇൻ mm ഇഫ് ഹോൾ 27 +0.02 mm assembled with the shaft 27 -0.005 -0.025. സൈസ് വന്നിട്ടുണ്ട്. മാക്സിമം ക്ലിയറൻസ് ആണ്. മാക്സിമം ക്ലിയറൻസ് എന്ന് പറയുമ്പോൾ വലിയ ഹോളും ചെറിയ ഷാഫ്റ്റുമാണ്. വലിയ ഹോളും ചെറിയ ഷാഫ്റ്റ്. ഓക്കെ, അപ്പൊ അവിടെ എന്താ വരിക നോക്കി. വലിയ ഹോൾ എന്ന് പറയുന്ന മാക്സിമം ഹോൾ ഡയമീറ്ററും ഏറ്റവും ചെറിയ ഷാഫ്റ്റും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മാക്സിമം ക്ലിയറൻസ് കിട്ടുള്ളൂ അല്ലെ. മാക്സിമം ക്ലിയറൻസ് കിട്ടണമെങ്കിൽ വലിയ ഹോളും ഏറ്റവും ചെറിയ ഷാഫ്റ്റും, അപ്പൊ മാത്രമേ ഇത്തരത്തിൽ ബാക്കിയുള്ള പോർഷൻ നമുക്ക് ക്ലിയറൻസ് കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പൊ അത്തരത്തിൽ നോക്കുമ്പോൾ ഹോളിന്റെ മാക്സിമം ഹോൾ എത്ര? മാക്സിമം ഹോൾ എന്ന് പറയുമ്പോൾ 27.02 എന്നതാണ് ഏറ്റവും വലിയ ഹോൾ. അതുപോലെ തന്നെ ഷാഫ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിനിമം ഷാഫ്റ്റ് ഡയമീറ്റർ, ഏറ്റവും ചെറിയ ഷാഫ്റ്റ് എന്ന് പറയുന്നത് 0.025 കുറയ്ക്കുക, 26.975. ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ബേസിക് ആയിട്ടുള്ള മാക്സിമം ക്ലിയറൻസ് വരുന്നുണ്ടാവുക. സോ മൈനസ് ചെയ്യുക 0.045 കിട്ടും. സോ ദ വാല്യൂ ഈസ് 0.045. അപ്പം ഈ രണ്ട് കോൺസെപ്റ്റ്, അതായത് മാക്സിമം ക്ലിയറൻസ്, മിനിമം ക്ലിയറൻസ്, റെഫറൻസ് ഒക്കെ മനസ്സിലാക്കി വെച്ചാൽ മതി എക്സാം പോയിന്റ് ഓഫ് വ്യൂല്. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ബേസിക് ആയിട്ടുള്ള പ്രോബ്ലംസേ ചോദിക്കുള്ളൂ. നമ്മുടെ IT ലെവൽ എക്സാം ആയതുകൊണ്ട് തന്നെ വളരെ ബേസിക് ആയിട്ടുള്ള ചോദ്യമായിരിക്കും. ചിലപ്പോൾ ടോളറൻസ് കണ്ടുപിടിക്കാനായിരിക്കും ചോദിക്കുന്നുണ്ടാവും. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്താൽ തന്നെ ടോളറൻസ് കിട്ടും. ഓക്കെ, അപ്പോൾ ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ക്ലിയർ അല്ല? ഓക്കെ ആണോ? ഓക്കെ, മറ്റൊരു ചോദ്യം. ലോവർ ലിമിറ്റ് ഓഫ് ഡയമെൻഷൻ സ്റ്റേറ്റഡ് ആസ് 25H7 ഇൻ എ ഡ്രോയിങ്. ഒരു ഡ്രോയിങ്ങില് ഒരു ഫീച്ചറിനകത്ത് ഇങ്ങനെ കൊടുത്തിരിക്കുക 25H7. ഇതിന്റെ ലോവർ ലിമിറ്റ് എന്താണെന്നുള്ളതാണ് ചോദ്യം. 25.70, 24.30, 24.70, 25 mm. ശ്രദ്ധിച്ചു, അവിടെ ഈ 25 ക്യാപിറ്റൽ H7. ക്യാപിറ്റൽ H എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹോൾ ബേസിസ് സിസ്റ്റം. ഹോളിന്റെ ലോവർ ഡീവിയേഷൻ എത്രയാണ്? ലോവർ ഡീവിയേഷൻ ഓഫ് ഹോള് എന്താണ്? ലോവർ ഡീവിയേഷൻ ഓഫ് ഹോൾ എന്താണ്? 0. ലോവർ ഡീവിയേഷൻ 0 എന്ന് പറഞ്ഞാൽ 25H7 എന്ന് പറഞ്ഞാൽ ആ ഹോളിന്റെ സൈസ് എത്രയാ? ലോവർ ഡീവിയേഷൻ ഓഫ് ഹോൾ എത്രയാ? അപ്പം
ലോവർ ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പൊ 25 സൈസുള്ള 25 സൈസുള്ള ഹോളിനകത്ത് ലോവർ ഡീവിയേഷൻ 0 എന്ന് പറയുമ്പോൾ നമ്മുടെ സൈസ് എത്രയാണ്? ലോവർ ഡീവിയേഷൻ എത്രയാണ്? 25 mm അല്ല, 25 mm ആണ് ലോവർ ഡീവിയേഷൻ. 24 mm ആക്കാൻ പറ്റുമോ ഹോളിന്? ഇല്ല. 23 ആക്കാൻ പറ്റുമോ? ഇല്ല. 25 ഓൾറെഡി mm ഉള്ള ഡയമീറ്റർ ഉള്ള ഹോൾ ഓൾറെഡി ഉണ്ട് നമുക്ക്. സോ അവിടെ നമുക്ക് ലോവർ ഡീവിയേഷൻ നമുക്ക് 0 ആണെന്നറിയാം. അതിനകത്ത് വേരിയേഷൻ ഒന്നും വരത്തില്ല. 25 മിനിമം ഉണ്ടാവും. 26, 27 മുന്നോട്ട് പോകാം അല്ലെ. അപ്പർ ഡീവിയേഷൻ ഉണ്ട്, ലോവർ ഡീവിയേഷൻ 0 ആണ്. സോ 25 mm. ഇത് ആപ്ലിക്കേഷൻ എന്നുള്ളൊരു ചോദ്യമേ ഉള്ളൂ, ബേസിക് ആയിട്ടുള്ള ചോദ്യമാണ്. 25 mm ആണ് ഉത്തരമായിട്ട് വരിക കേട്ടോ. മറ്റു ചോദ്യം നോക്കി. ദ ബേസിക് സർഫസ് ഫിനിഷ് സിമ്പിൾ കൺസിസ്റ്റ് ഓഫ്. സർഫസ് ഫിനിഷിന്റെ സിമ്പിൾ ഉണ്ടല്ലോ, 1 ലൈൻ, 2 leg of unequal length forming an angle, circle, a square. സർഫസ് ഫിനിഷിന്റെ സിമ്പിൾ ഇങ്ങനെയുള്ള സിമ്പിൾ ഉണ്ട് അല്ലെ, ശ്രദ്ധിച്ചിട്ടുണ്ടോ? ബേസിക് സർഫസ് ഫിനിഷ് സിമ്പിൾ കൺസിസ്റ്റ് ഓഫ്, എന്തായിരിക്കും ഉത്തരം വരിക? യെസ്, the 2 leg of unequal length forming an angle അല്ലെ. ആംഗിൾ എത്രയാണ്? ഇവിടെയാണ് സർഫസ്. ആംഗിൾ എത്രയാണ്? 60 ഡിഗ്രി. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത്തരത്തിൽ സർഫസ് ഫിനിഷുമായി ബന്ധപ്പെട്ട അതിന്റെ സിമ്പിൾ എന്താണ്? മറ്റു ചോദ്യം, ദ അഡീഷൻ ഓഫ് എ ബാർ അക്രോസ് ദ സിമ്പിൾ. ഇങ്ങനെയുള്ള സിമ്പിളിനകത്ത് ഞാനൊരു ബാർ, അഡീഷണൽ ബാർ ഇങ്ങനെ കൊടുത്തു. ഇത് കൊടുക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? സർഫസ് ടു ബി കോട്ടഡ്, മെറ്റീരിയൽ റിമൂവൽ റിക്വയർഡ്, സർഫസ് നോട്ട് ടു ബി മെഷീൻഡ്, പോളിഷിംഗ് റിക്വയർഡ്. ഇങ്ങനെ കൊടുക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? നോർമലി ഇത്രേ ഉണ്ടാവുള്ളൂ. അപ്പൊ അതിനകത്ത് ഞാൻ ഇങ്ങനെ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് സർഫസ് ഫിനിഷിനകത്ത്? യെസ്, അപ്പൊ ഇങ്ങനെ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ മെറ്റീരിയൽ റിമൂവൽ ഈസ് റിക്വയർഡ്. മെറ്റീരിയൽ റിമൂവൽ റിക്വയർഡ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ശ്രദ്ധിച്ചോളൂ, സർഫസ് ടെക്സ്ചർ. നമ്മൾ ഈ പറയുന്ന നമ്മുടെ സർഫസ് ചിലപ്പോൾ സ്മൂത്ത് ആവും, വളരെ റഫ് ആവും. അതൊക്കെ നമുക്ക് റെപ്രസെന്റ് ചെയ്യണം അല്ലെ. റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു സിമ്പിൾ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ബേസിക് സിമ്പിൾ എന്ന് പറയുന്നത് 2 ലെഗ് ഉണ്ടാവും, അൺഈക്വൽ ആയിട്ടുള്ള ലെങ്ത്. ഒരു ലെങ്ത് കുറവും ലെങ്ത് കൂടുതലും, ലെങ്ത് കുറവും ലെങ്ത് കൂടുതലും നമ്മുടെ സർഫസ് ഇവിടെ ഉണ്ട്. അപ്പൊ സർഫസിലേക്ക് നമ്മൾ ഇങ്ങനെയായിരിക്കും റെപ്രസെന്റേഷൻ. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും ഇങ്ങോട്ട് നീട്ടാം അല്ലെ. കുറച്ച് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഇങ്ങനെ നീട്ടാൻ, കുഴപ്പമൊന്നുമില്ല. അതിനകത്ത് പ്രത്യേകിച്ച് നമ്മുടെ എന്തെങ്കിലും റെപ്രസെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കും. ഇവിടെ മെറ്റീരിയൽ റിമൂവൽ വേണം, മെറ്റീരിയൽ റിമൂവൽ ചെയ്യണം ഫോർ മെഷീനിങ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ക്ലോസ് ചെയ്യണം. ഓക്കെ, മെറ്റീരിയൽ റിമൂവൽ വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഒരു സർക്കിൾ ഇൻസേർട്ട് ചെയ്യും ഇങ്ങനെ. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സോ റിമൂവൽ ഓഫ് മെഷീനിങ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളൊരു ബാർ ആഡ് ചെയ്യാറുണ്ട്. സോ ദ ബേസിക് സിമ്പിളിലൂടെ നമ്മൾ ഇങ്ങനെ ഒരു ബാർ ആഡ് ചെയ്യും. ഓക്കെ ആണോ? സിമ്പിൾ ഓക്കെ ആണോ? ബേസിക് സിമ്പിൾ. ആംഗിൾ നോക്കി 60 ഡിഗ്രി, ഇവിടെ 60 ഡിഗ്രി, ഇവിടെ 60 ഡിഗ്രി. ഓക്കെ ആണോ? സർഫസ് ടെക്സ്ചർ, ബേസിക് സിമ്പിൾ, സർഫസ് ഫിനിഷിന്റെ സിമ്പിൾ, റെപ്രസെന്റേഷൻ ആണോ? ഓക്കെ, മറ്റു ചോദ്യം, സർക്കിൾ ആഡ് ടു ദ സിമ്പിൾ മീൻസ്. നേരത്തെ പറഞ്ഞതുപോലെ സിമ്പിളിലേക്ക് നമ്മളൊരു സർക്കിൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സർഫസ് കോട്ടിംഗ് ഇസ് റിക്വയർഡ്, മെഷീനിങ് നോട്ട് പെർമിറ്റഡ്, ഗ്രൈൻഡിങ് റിക്വയർഡ്, സർഫസ് വേവിനെസ് പ്രസന്റ്. സർക്കിൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉത്തരം മെഷീനിങ് നോട്ട് റിക്വയർഡ്. ഗ്രൈൻഡിങ് എന്ന് പറയുന്ന ഒരു മെഷീനിങ് പ്രോസസ്സാണ്. ഗ്രൈൻഡിങ് എന്ന് പറയുന്ന മെഷീൻ പ്രോസസ്സാണ്. മെഷീനിങ് പ്രോസസ്സ് വേണമെന്നുണ്ടെങ്കിൽ അതിനെ ക്ലോസ് ചെയ്യുക. മെഷീനിങ് പ്രോസസ്സ് വേണം, അതിപ്പോ ഏത് മെഷീനിങ് ആയിരിക്കും, ഗ്രൈൻഡിങ്, മില്ലിങ്, ഡ്രില്ലിങ്, എന്തെങ്കിലും ഒരു മെഷീനിങ് പ്രോസസ്സ് വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഗ്രൈൻഡ് ചെയ്തൊരു സർഫസ് ആണ്, ഗ്രൈൻഡ് ചെയ്തൊരു സർഫസ്, സ്മൂത്ത് സർഫസ്,
റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, അതല്ല നമുക്ക് അവിടെ മെഷീൻ ചെയ്യാൻ സാധിക്കില്ല, മെഷീൻ ചെയ്യാൻ സാധിക്കാത്തൊരു സർഫസ് റെപ്രസെന്റ് ചെയ്യും. ഓക്കെ ആണോ? സോ റിമൂവൽ ഓഫ് മെറ്റീരിയൽ ഇസ് നോട്ട് പെർമിറ്റഡ്. Removal of material is not permitted. A circle is added to the basic symbol. Okay ആണോ? Clear ആണോ? Okay, okay, fine. മറ്റു ചോദ്യം, the most commonly used unit for surface reference. സർഫസ് റെഫറൻസിൽ നമ്മൾ മോസ്റ്റ് കോമൺ ആയിട്ട് ചെയ്യുന്ന യൂണിറ്റ് എന്താണ്? mm, mm, cm, nm. സർഫസ് റെഫറൻസ് വാല്യൂ ആണെന്നുണ്ടെങ്കിൽ മൈക്രോമീറ്റേഴ്സ്. നമ്മൾ RA വാല്യൂ ശ്രദ്ധിച്ചിരുന്നില്ലേ? തുടക്കത്തിൽ നമ്മളൊരു ഗ്രേഡ് നമ്മൾ കണ്ടിരുന്നത് N1 to N12. അപ്പൊ 0.0252 to 50 മൈക്രോൺസ് അല്ലെങ്കിൽ മൈക്രോമീറ്റർ വെക്കുന്നുണ്ടോ? ഇവിടെ എന്താണ് RA വാല്യൂ? റെഫറൻസ് വാല്യൂ മൈക്രോമീറ്റർ. ഓക്കെ ആണോ? സോ റെഫറൻസ് വാല്യൂ നൊട്ടേഷൻ വരുന്നത് മൈക്രോമീറ്റേഴ്സിലാണ്. ക്ലിയർ ആണോ? ഓക്കെ, സോ മൈക്രോമീറ്റേഴ്സിലാണ് വരിക കേട്ടോ. സോ സർഫസ് റെഫറൻസ് കോമൺലി മെഷേർഡ് ഇൻ റെഫറൻസ് ആവറേജ് വാല്യൂ അല്ലെങ്കിൽ RA വാല്യൂ മൈക്രോമീറ്ററിലാണ് വരിക. സർഫസ് ഫിനിഷ്, ഓൾസോ കോൾഡ് സർഫസ് ടെക്സ്ചർ അല്ലെങ്കിൽ സർഫസ് ക്വാളിറ്റി, refers to the characteristics of surface that result from the manufacturing process. അല്ലെ, മാനുഫാക്ചറിംഗ് പ്രോസസ് കഴിയുമ്പോൾ ആ ഒരു സർഫസ് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കണം. ഹൗ സ്മൂത്ത് ഓർ റഫ് സർഫസ് ആണോ? റഫ്നെസ് വാല്യൂ മൈക്രോ ഇഞ്ചസ് അല്ലെങ്കിൽ മൈക്രോമീറ്റർ ആയിരിക്കും നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടാവുക. മറ്റു ചോദ്യം, the surface lay symbol indicate. The surface lay symbol indicates. Surface lay symbol indicate surface waviness, direction of tool mark or surface pattern, hardness, thickness. Surface lay symbol. സർഫസ് ലേ ഉദ്ദേശിക്കുന്നത് ഡയറക്ഷൻ ഓഫ് ടൂൾ മാർക്സ് അല്ലെങ്കിൽ സർഫസ് പാറ്റേൺ ആണ്. ഓപ്ഷൻ ബി. സർഫസ് ലേ സിമ്പിൾ ഉദ്ദേശിക്കുന്നത് ഡയറക്ഷൻ ഓഫ് ടൂൾ മാർക്സ് ഓർ സർഫസ് പാറ്റേൺ ആണ് ഉദ്ദേശം. ഇതിൽ ലേ ഉണ്ടാവും. ദ ഡയറക്ഷൻ ഓർ പാറ്റേൺ ഓഫ് സർഫസ് ഇറഗുലാരിറ്റീസ് ലൈക്ക് ടൂൾ മാർക്സ് എക്സെട്ര. ഓക്കെ, അപ്പൊ അത് മനസ്സിലാക്കിയാൽ മതി ലേയുമായി ബന്ധപ്പെട്ട്. മറ്റു ചോദ്യം, ദ മെയിൻ പർപ്പസ് ഓഫ് GD and T, geometric dimensioning and tolerancing. GD and T അതിന്റെ മെയിൻ പർപ്പസ് എന്താണ്? ഇൻക്രീസ് മാനുഫാക്ചറിംഗ് കോസ്റ്റ്, എലിമിനേറ്റ് ഓൾ ടോളറൻസ്, എൻഷുർ ഇന്റർചേഞ്ചബിലിറ്റി ആൻഡ് ഫങ്ഷണൽ ഫിറ്റ്. ഓപ്ഷൻ ഡി, റിഡ്യൂസ് ആക്യുറസി. ഏതായിരിക്കും? ഞാൻ പറഞ്ഞു GD and T യുടെ ഫംഗ്ഷൻ അല്ലെങ്കിൽ മെയിൻ പർപ്പസ് എന്താണ്? എൻഷുർ ചെയ്യുക ഇന്റർചേഞ്ചബിലിറ്റി. നേരത്തെ പറഞ്ഞ ഇന്റർചേഞ്ചബിലിറ്റി അതുപോലെ തന്നെ ഫങ്ഷണൽ ഫിറ്റ് ഒക്കെ എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് ഉത്തരം വരിക. ഓപ്ഷൻ സി ആണ് ഉത്തരം. മറ്റു ചോദ്യം, ദ ഫീച്ചർ യൂസ്ഡ് ആസ് എ റെഫറൻസ് ഫോർ മെഷർമെന്റ്. മെഷർമെന്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഫീച്ചർ യൂസ് ചെയ്യാറുണ്ട്. ആ ഫീച്ചർ ഏതാണ്? ഡാറ്റം, ആക്സിസ്, സെന്റർ, ഡയമെൻഷൻ. ഏതൊരു മെഷർമെന്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? ഈ ഒരു ഫീച്ചർ വേണം. ഏതാണ്? ഡാറ്റം, ആക്സിസ്, സെന്റർ, ഡയമെൻഷൻ. ഏതായിരിക്കും വരിക? The feature used as a reference. റെഫറൻസ് വേണം. ആ റെഫറൻസിന് എന്താ വിളിക്കാം? യെസ്, ഡാറ്റം. അല്ലെ, സംശയമൊന്നുമില്ല. ഫീച്ചർ യൂസ്ഡ് ആസ് എ റെഫറൻസ് ഫോർ മെഷർമെന്റ്. അല്ലെ, ഇത്തരത്തിൽ ഒരു മെഷർമെന്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു റെഫറൻസ് വേണം. ആ റെഫറൻസിനെ നമ്മൾ എന്താ വിളിക്കുക? ഡാറ്റം എന്ന് വിളിക്കുക. ഡാറ്റം. സോ ഡാറ്റം പ്ലെയിൻ is a reference plane used in engineering drawing or manufacturing to ensure proper alignment, measurement and inspection of a part. ഇത്തരത്തിൽ നമ്മൾ ഒരു കമ്പോണന്റിന്റെ റെഫറൻസ് ഇവിടെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ താഴേക്ക് എടുത്തിട്ട് ബോക്സിനകത്ത് എ, അപ്പൊ എ എന്ന് പറയുന്ന റെഫറൻസ് പ്ലെയിൻ ആണിത്. ഇനി അതല്ല ബി ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വീണ്ടും നമ്മൾ റെപ്രസെന്റ് ചെയ്യുക, വരാതിരിക്കുക.
ബി. സോ ഇതാണ് ബി എന്ന് പറയുന്ന റെഫറൻസ്. ഇതാണ് ബി റെഫറൻസ്. ഓക്കെ. സോ ബി പ്ലെയിന് എ പ്ലെയിൻ ഒക്കെ കണ്ടു. അപ്പൊ വിത്ത് റെസ്പെക്ട് ടു ആ റെഫറൻസിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ഡയമെൻഷൻസും ഫീച്ചേഴ്സും ഒക്കെ മാർക്ക് ചെയ്യുന്നുണ്ടാവും. മറ്റൊരു ചോദ്യം, സ്ട്രെയിറ്റ്നെസ് സിമ്പൽ. സ്ട്രെയിറ്റ്നെസ് സിമ്പൽ എങ്ങനെയാണ്? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? സ്ട്രെയിറ്റ്നെസ്, യൂണിയന്റിലെ സ്ട്രെയിറ്റ്നെസിന്റെ സിമ്പൽ സംശയമൊന്നുമില്ല എ. ഇത് പാരലിസം, ഇത് ഡയമീറ്റർ, ഇത് പെർപെൻഡിക്കുലാരിറ്റി അല്ലെ? ഇത്തരത്തിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. യെസ്, ഇത് തന്നെയാണ്. അപ്പൊ ഇവിടെ ഫോം ടോളറൻസ് ഉണ്ട്, പ്രൊഫൈൽ ടോളറൻസ് ഉണ്ട്. ഫോമിനകത്താണ് സ്ട്രെയിറ്റ്നെസ് വരിക, ഫ്ലാറ്റ്നെസ്, സർക്കുലാരിറ്റി. ശ്രദ്ധിച്ചു, ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്ട്രെയിറ്റ്നെസ്, ഫ്ലാറ്റ്നെസ്, സർക്കുലാരിറ്റി. ലൈൻ പ്രൊഫൈൽ ആണെങ്കിൽ ഇങ്ങനെ, സർഫസ് പ്രൊഫൈൽ ആണെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യുക. ലൈക്ക് അതുപോലെ തന്നെ ഓറിയന്റേഷൻ, ആംഗിൾസ് ആണെങ്കിൽ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുക. പെർപെൻഡിക്കുലാരിറ്റി ആണെങ്കിൽ ഇങ്ങനെ, പാരലിസം ആണെങ്കിൽ ഇത്തരത്തിൽ, പൊസിഷൻ ആണെങ്കിൽ നമ്മൾ ഇത്തരത്തിൽ പൊസിഷൻ ചെയ്യാം. കോൺസെൻട്രിക് എന്ന് പറയുമ്പോൾ 2 സർക്കിളുകൾ ഉള്ളിൽ വരയ്ക്കുക. സിമെട്രി, ഇതും ഈ ഒരു പ്ലെയിന് സിമെട്രിക് ആണല്ലേ, സെയിം ആണ് സിമെട്രി. സർക്കുലർ റൺഔട്ട് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു ആരോ ആണ് വരയ്ക്കേണ്ടത്. ടോട്ടൽ റൺഔട്ട് എന്ന് പറയുമ്പോൾ സർഫസിൽ, ഒരു സർഫസിനകത്തുനിന്ന് 2 ആരോ ഇങ്ങനെ പോകുന്നുണ്ടാവും. ഇത്രയാണ് പ്രധാനമായിട്ടും അവിടെ സിമ്പിൾസ് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള സിമ്പിൾസ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ ആണോ? സിമ്പിൾസ് ഒക്കെ ഓക്കെ ആണല്ലോ? മനസ്സിലാക്കി വെക്കുക കേട്ടോ. മറ്റൊരു ചോദ്യം, സിലിണ്ടറിസിറ്റി കൺട്രോൾസ്. സിലിണ്ടറിസിറ്റി controls only diameter variation, roundness and straightness together, surface roughness, axis alignment. സിലിണ്ടറിസിറ്റി എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക, ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരിക. റൗണ്ട്നെസ്സും അതുപോലെ തന്നെ സ്ട്രെയിറ്റ്നെസ്സും, എല്ലാ ഭാഗത്തും അതേ റൗണ്ട്നെസ്സും വേണം, അതേപോലെ തന്നെ സ്ട്രെയിറ്റും ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് സിലിണ്ടറിസിറ്റി നമുക്ക് പറയാൻ പറ്റും. സിലിണ്ടറിസിറ്റി എല്ലാ ഭാഗത്തും ഇത് സ്ട്രെയിറ്റും ആയിരിക്കണം, അതുപോലെ തന്നെ എല്ലാ ഭാഗത്തും ഒരേ ഡയമെൻഷൻ, ഒരേ ക്രോസ് സെക്ഷൻ, റൗണ്ട് ക്രോസ് സെക്ഷൻ ആയിരിക്കണം. ഓക്കെ. അപ്പൊ റൗണ്ട്നെസ് ആൻഡ് സ്ട്രെയിറ്റ്നെസ് ടുഗദർ ആണ് ബേസിക്കലി എന്ത്, സിലിണ്ടറിസിറ്റി എന്ന് പറയുന്നത്. സിലിണ്ടറിസിറ്റി, യെസ്. ഒരു സിലിണ്ടറിസിറ്റിയുടെ ആ ഒരു സിമ്പൽ ഇങ്ങനെയാണ് കേട്ടോ. സിലിണ്ടറിസിറ്റിയുടെ സിമ്പൽ ഓർത്തിരുന്നുള്ളൂ. സിലിണ്ടറിസിറ്റിയുടെ സിമ്പൽ ഇങ്ങനെയാണ് സിമ്പൽ. ഓക്കെ, സിമ്പൽ ഓർത്തിരിക്കാം. അപ്പൊ ഇവിടെ ഒരു സിലിണ്ടർ ആ ഒരു വിത്തിൻ്റെ ലിമിറ്റ് ഒക്കെ ആണെങ്കിൽ ഓക്കെ ആണ്. സോ ഇതാണ് സിലിണ്ടറിസിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. ആ ഒരു ഓരോ റൗണ്ട്നെസ്സും ത്രൂ ഔട്ട് ദ ലെങ്ത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും. സോ സർക്കുലാരിറ്റി ആൻഡ് സ്ട്രെയിറ്റ്നെസ് കമ്പൈൻഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ അത് പറയുക. ഓക്കെ, മറ്റൊരു ചോദ്യം നോക്കാം. കോൺസെൻട്രിസിറ്റി കൺട്രോൾസ്. കോൺസെൻട്രിക് ആണ് അല്ലെ? കോൺസെൻട്രിസിറ്റി controls, surface waviness, axis alignment between 2 features, parallelism, profile shape. കോൺസെൻട്രിക് ആണ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്തായിരിക്കും അതിന്റെ പ്രത്യേകത. 2 സർക്കിൾ കോൺസെൻട്രിക് എന്ന് പറഞ്ഞാൽ, 2 സർക്കിൾ കോൺസെൻട്രിക് എന്ന് പറയുമ്പോൾ പാരലിസം ആണ് വരിക. മൻസൂറായി ആലോചിച്ച് നോക്കി. 2 സർക്കിൾ, ഞാനൊരു സർക്കിൾ വരച്ചു, അതിന്റെ സെന്റർ ഇവിടെ. രണ്ടാമത്തെ സർക്കിൾ വരച്ചു, അതിന്റെയും സെന്റർ അത് തന്നെ. മൂന്നാമത്തെ സർക്കിൾ വരച്ചു, അതിന്റെയും സെന്റർ അത് തന്നെ. അപ്പോ ആ ഒരു സെന്റർ എന്ന് പറയുന്നത് അതിന്റെ ആക്സിസ് ആണ് അല്ലെ? ഈ പറയുന്ന ഒന്നാമത്തെ സർക്കിള്, രണ്ടാമത്തെ സർക്കിള്, മൂന്നാമത്തെ സർക്കിള് അല്ലെ? ഈ 3 സർക്കിളിന്റെയും സെന്റർ ആക്സിസ് കോമൺ ആണ്. അപ്പൊ കോമൺ ആക്സിസ് ആണ്. ദാറ്റ് മീൻസ് ആക്സിസ് അലൈൻമെന്റ് ബിറ്റ്വീൻ 2 ഫീച്ചർ അല്ലെ? ഈ പറഞ്ഞ ആക്സിസ് അലൈൻമെന്റ് ആണ് അവിടെ എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നുണ്ടാവുക. സോ ആക്സിസിന്റെ അലൈൻമെന്റ് ആണ് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ ആണോ മൻസൂറെ? ഓക്കെ. കോൺസെൻട്രിക് എന്ന് പറയുമ്പോൾ ഒരു ആക്സിസ്, കോൺസെൻട്രിക് എന്ന് പറയുമ്പോൾ സെന്റർ ഒന്നേ ഉണ്ടാവുള്ളൂ, ഒരു സെന്റർ. ഈ സെന്ററിൽ നിന്നായിരിക്കും എല്ലാം നമ്മൾ വരയ്ക്കുന്നുണ്ടാവുക. ഓക്കെ, സെന്റർ കോൺസെൻട്രിക്. എക്സെൻട്രിക് എന്ന് പറഞ്ഞാൽ സെന്റർ മാറും. സോ അതാണ് എക്സെൻട്രിക് എന്ന് പറയുന്നത്. കോൺസെൻട്രിക് ഉണ്ട്, എക്സെൻട്രിക് ഉണ്ട്. എക്സെൻട്രിക് എന്ന് പറഞ്ഞാൽ സെന്റർ മാറും, കോൺസെൻട്രിക് എന്ന് പറഞ്ഞാൽ സെയിം സെന്ററിൽ നിന്നായിരിക്കും. അപ്പൊ ആക്സിസ് അലൈൻമെന്റ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. യെസ്. അപ്പൊ ഇവിടെ ആക്സിസിന്റെ അലൈൻമെന്റ് കൃത്യമായിട്ട് ഈ പറയുന്ന സർക്കിൾ ആയിക്കോട്ടെ, ഈ പറയുന്ന സർക്കിൾ ആയിക്കോട്ടെ, ക്രോസ് സെക്ഷൻ സർക്കുലർ ആണ്. അപ്പൊ ഈ പറയുന്ന രീതിയിൽ കോമൺ ആയിട്ടുള്ള ആക്സിസ് മെയിൻറ്റെയിൻ ചെയ്യും. ഹൗ ക്ലോസ്ലി ആക്സിസ് ഓഫ് ദ 2 or more സിലിണ്ടർ ഫീച്ചേഴ്സ് കോയിൻസൈഡ് അല്ലെ? സിലിണ്ടർ എന്ന് പറയുമ്പോൾ അതിന്റെ ക്രോസ് സെക്ഷൻ നമുക്കറിയാലോ. ഇങ്ങനെ ഒരു സിലിണ്ടർ,
പിന്നെ അതിന്റെ വലിയൊരു സിലിണ്ടർ ഇവിടെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ അങ്ങനെ ഇത്തരത്തിലുള്ള ഒരു കമ്പോണന്റ് ആണെന്നുണ്ടെങ്കിൽ രണ്ടിന്റെ ആക്സിസ് സെയിം ആയിരിക്കും. മറ്റൊരു ചോദ്യം, റൺ ഔട്ട് ഈസ് യൂസ്ഡ് ടു കൺട്രോൾ. റൺ ഔട്ട് ഈസ് യൂസ്ഡ് ടു കൺട്രോൾ. റൺ ഔട്ട്, സ്ട്രെയിറ്റ്നെസ്, സർക്കുലർ ആൻഡ് ടോട്ടൽ വോബിൾ ഡ്യൂറിംഗ് റൊട്ടേഷൻ, സർഫസ് സ്ട്രക്ചർ, പാരലിസം. റൺ ഔട്ട് എന്തിനാണ് നമ്മൾ എന്തിനെ കൺട്രോൾ ചെയ്യുന്നത്? ഉത്തരം വരിക സർക്കുലാർ ആൻഡ് ടോട്ടൽ വോബിൾ ഡ്യൂറിംഗ് റൊട്ടേഷൻ. അതായത് അവിടെ ഉണ്ടാവുന്ന എന്താണ് ഡീവിയേഷൻ അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന എറർ വോബിൾ ആണ് അല്ലെ. അപ്പൊ ടോട്ടൽ വോബിൾ എങ്ങനെയാണ്, സർക്കുലാർ എങ്ങനെയാണെന്നുള്ളതാണ് അവിടെ ചെക്ക് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ നേരത്തെ കോൺസെൻട്രിക് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മെഷീൻ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ സർഫസ് ഗേജ് വെച്ച് നമ്മൾ സെന്ററിങ് ചെക്ക് ചെയ്യാറില്ലേ ലെയ്ത്തിലൊക്കെ. അപ്പൊ അത്തരത്തിൽ നമ്മളൊരു ഡയൽ ഇൻഡിക്കേറ്റർ വെച്ചുകൊണ്ട് ഇത് റൊട്ടേറ്റ് ചെയ്യണം. റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് സർക്കിൾ ആണോ എന്ന് ചെക്ക് ചെയ്യും. അതുപോലെ തന്നെ ത്രൂ ഔട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ചെക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പൊ സർക്കുലർ റൺഔട്ട് എന്ന് പറയുന്നത് ഈ ഒരു സിമ്പൽ ഓർത്തിരിക്കുക, ഇതാണ് നമ്മുടെ സിമ്പൽ റൺഔട്ട്, സർക്കുലർ റൺഔട്ട് സിമ്പൽ. അപ്പൊ ഇത്തരത്തിൽ റൺഔട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ടോളറൻസ് വാല്യൂ, ഇതാണ് നമ്മുടെ ജോമെട്രിക് ഫീച്ചർ സിമ്പൽ. ശേഷം ടോളറൻസ് ഉണ്ടാവും. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ഡേറ്റ എ ഉണ്ട് അല്ലെ. സോ ഇങ്ങനെ നമ്മളൊരു ബോക്സിനകത്തായിരിക്കും നമ്മളത് ഫീച്ചർ കൺട്രോൾ ബോക്സ് തന്നെ പറയുക. അപ്പൊ അത്തരത്തിലുള്ള ഒരു ബോക്സിനകത്തായിരിക്കും നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടാവുക. എല്ലാ ഡയമെൻഷൻസും GD&T ഇങ്ങനെയാണ് റെപ്രസെന്റേഷൻ വരിക. അതിലേക്ക് വരാം നമുക്ക്. അപ്പൊ ഇവിടെ സർക്കുലർ റൺഔട്ട് എന്താണെന്നുള്ളത് മനസ്സിലാക്കി. മറ്റു ചോദ്യം, ദ മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് GD&T ഓവർ ട്രഡീഷണൽ ഡയമെൻഷൻ. ട്രഡീഷണൽ ആയിട്ടുള്ള ടോളറൻസ് ഡയമെൻഷനെ കമ്പയർ ചെയ്യുമ്പോൾ GD&Tയുടെ അഡ്വാൻറ്റേജ് എന്താണെന്നുള്ളതാണ് ചോദ്യം. അഡ്വാൻറ്റേജ് ഓഫ് GD&T: ആഡ് മോർ ഡയമെൻഷൻ. ഓപ്ഷൻ ബി, റിമൂവ് ഓൾ ടോളറൻസ്. ഓപ്ഷൻ സി, provide functional design intent and clear inspection method. Option D, makes drawing complex. എന്തുത്തരം വരിക? GD&Tയിൽ നമുക്കറിയാം, GD&Tയിൽ അതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഫങ്ഷണൽ ഡിസൈൻ അല്ലെ, ഫങ്ഷണൽ ഡിസൈൻ ആണ്. അതുപോലെ തന്നെ ഇൻസ്പെക്ഷൻ മെത്തേഡ് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. യെസ്, ഓപ്ഷൻ സി വിൽ ബി ദ റൈറ്റ് ആൻസർ. മറ്റു ചോദ്യം, ദ ഫസ്റ്റ് കമ്പാർട്ട്മെന്റ് ഓഫ് എ ഫീച്ചർ കൺട്രോൾ ഫ്രെയിം കണ്ടെയ്ൻസ്. ഫീച്ചർ കൺട്രോൾ ഫ്രെയിംസ് നേരത്തെ പറഞ്ഞു, ഇത്തരത്തിൽ കൺട്രോൾ ഫ്രെയിമുകളുണ്ട്. അതിനകത്തായിരിക്കും നമ്മൾ ആ ഒരു എന്ത്, ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ഇങ്ങനെ ആയിരിക്കും ആ റെപ്രസെന്റേഷൻ വരിക. ഫോർ എക്സാമ്പിൾ, അപ്പൊ അവിടെ ഫസ്റ്റ് കമ്പാർട്ട്മെന്റ്, ആദ്യത്തെ കമ്പാർട്ട്മെന്റ് എന്താണ്? ഡാറ്റം റെഫറൻസ്, ജോമെട്രിക് ക്യാരക്ടറിസ്റ്റിക് സിമ്പൽ, ടോളറൻസ് വാല്യൂ, മെറ്റീരിയൽ മോഡിഫയർ. അപ്പൊ അതിന്റെ ആ ഒരു റെപ്രസെന്റേഷൻ എങ്ങനെയാണ് GD&Tയിൽ ഡയമെൻഷൻ റെപ്രസെന്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയാണ് റെപ്രസെന്റേഷൻ എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ റെപ്രസെന്റേഷനിൽ ഫസ്റ്റ് കമ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ജോമെട്രിക് ക്യാരക്ടറിസ്റ്റിക് സിമ്പൽ ആണ് അല്ലെ. അതിനുശേഷം നമ്മൾ ടോളറൻസ് വാല്യൂ വരുന്നുണ്ടാകും. അതിനുശേഷം മോഡിഫയർ ഉണ്ടെങ്കിൽ മോഡിഫയർ വെക്കുക. അതിനുശേഷം ഡാറ്റ റെഫറൻസ് മെയിൻറ്റെയിൻ ചെയ്യുക. ഫസ്റ്റ് കമ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ജോമെട്രിക് ക്യാരക്ടറിസ്റ്റിക് സിമ്പൽ ആണ്. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ആദ്യത്തെ കമ്പാർട്ട്മെന്റ് ജോമെട്രിക് ക്യാരക്ടറിസ്റ്റിക് സിമ്പൽ ആണ്. അതിനുശേഷം നമ്മൾ ഡയമീറ്ററിന്റെ സിമ്പിൾ കൊടുത്തു, ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ടോളറൻസ് വാല്യൂ കൊടുത്തു. ഇവിടെ M എന്ന് ഉദ്ദേശിക്കുന്നത് മോഡിഫയർ ആണ്, ദാറ്റ് ഈസ് മാക്സിമം മെറ്റീരിയൽ കണ്ടീഷൻ മോഡിഫയർ ആണ്, മോഡിഫയർ എന്ന് ഓർത്തിരുന്നാൽ മതി. ശേഷം ABC എന്നൊക്കെ കാണും, അതെന്ന് പറഞ്ഞ ഡാറ്റം റെഫറൻസുകളാണ്. പ്രൈമറി, സെക്കൻഡറി, ടെർഷറി റെഫറൻസുകളാണ് അവിടെ ഉണ്ടാവുക. ഓക്കെ ആണോ? ഇങ്ങനെയാണ് ജോമെട്രിക് ഫ്രെയിം, ഇങ്ങനെയാണ് റെപ്രസെന്റേഷൻ. അതിനകത്ത് എന്താണ് ഓരോന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഇത് സംഭവം മനസ്സിലായില്ലേ? ഓക്കെ, അപ്പൊ അത് എന്താണെന്നൊരു ഐഡിയ. ഇത്തരത്തിൽ ആ ഒരു സിമ്പിളിനകത്ത് എന്തൊക്കെയാണോ ഉള്ളത്, ആദ്യം ജോമെട്രിക് ക്യാരക്ടർ സിമ്പിൾ നേരത്തെ പറഞ്ഞ പോലെ പാരലൽ ആണോ, പെർപെൻഡിക്കുലർ ആണോ, അല്ലെങ്കിൽ ആംഗുലർ ആണോ, ഇതൊക്കെ സിമ്പിൾ ഇതിനകത്ത് വരും. ഓക്കെ, അതാണ് ജോമെട്രിക് ക്യാരക്ടർ സിമ്പിൾ. ശേഷം നമ്മൾ ഡയമെൻഷൻ, അത് ഡയമീറ്റർ ആയതുകൊണ്ട് 5 റെപ്രസെന്റ് ചെയ്യുന്നു. ലീനിയർ ആണെങ്കിൽ അതിന്റെ ആവശ്യമൊന്നുമില്ല.
അതിനുശേഷം ടോളറൻസ് വാല്യൂ വരുന്നുണ്ടാവും. പിന്നെ മോഡിഫയർ ആവശ്യമുണ്ടെങ്കിൽ മാത്രം മോഡിഫയർ വെക്കുക, ഉണ്ടെങ്കിൽ അവിടെ മോഡിഫയർ ഉണ്ടാവും. പിന്നീട് ഡേറ്റം റെഫറൻസുകൾ ഉണ്ടാവാറുണ്ട്. മറ്റൊരു ചോദ്യം, ഡാറ്റം റെഫറൻസ് ആർ പ്ലേസ്ഡ് ഇൻ വിച്ച് പാർട്ട് ഓഫ് ദ ഫീച്ചർ കൺട്രോൾ ഫ്രെയിം? ഡാറ്റം റെഫറൻസ് എവിടെയാണ് നമ്മൾ കാണപ്പെടുന്നത്? ബിഫോർ ജോമെട്രിക് സിമ്പൽ, ആഫ്റ്റർ ടോളറൻസ് വാല്യൂ, ബിഫോർ ദ ഫ്രെയിം, ബിലോ ദ ഫ്രെയിം, ഇൻ ദ ടൈറ്റിൽ ബ്ലോക്ക്. എവിടെയാ വരിക? ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. ഡാറ്റം റെഫറൻസ് എവിടെയാ വരിക? ബിഫോർ ദ ജോമെട്രിക് സിമ്പൽ ആണോ, ആഫ്റ്റർ ദ ടോളറൻസ് വാല്യൂ ആണോ, ബിലോ ദ ഫ്രെയിം ആണോ, ഇൻ ദ ടൈറ്റിൽ ബ്ലോക്ക് ആണോ? നമുക്കറിയാം ടോളറൻസ് വാല്യൂ കഴിഞ്ഞിട്ടാണ് അല്ലേ? യെസ്, ബിനോയ് കറക്റ്റ് ആണ്. ടോളറൻസ് വാല്യൂ കഴിഞ്ഞിട്ടാണ്. ഇവിടെ നമുക്ക് നോക്കാം, ഈ എക്സാമ്പിളിനകത്ത് തന്നെ ഡേറ്റം സർഫസുകൾ വരുന്നത് ടോളറൻസ് വാല്യൂന് ശേഷമാണ്. ഓക്കെ, മറ്റു ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ഫൗണ്ട് ഇൻ ഫീച്ചർ കൺട്രോൾ ഫ്രെയിം? നമ്മൾ തൊട്ട് മുന്നേ കണ്ട ഫീച്ചർ കൺട്രോൾ ഫ്രെയിം, ഇതിനാണ് ഫീച്ചർ കൺട്രോൾ ഫ്രെയിം എന്ന് പറയാം. സോ ഫീച്ചർ കൺട്രോൾ ഫ്രെയിമിൽ ഇല്ലാത്തത് എന്താണ്? ജോമെട്രിക് സിമ്പൽ, ടോളറൻസ് വാല്യൂ, ഡാറ്റം റെഫറൻസ്, സർഫസ് റെഫറൻസ് സിമ്പൽ. ജോമെട്രിക് സിമ്പൽ, ടോളറൻസ് വാല്യൂ, ഡാറ്റം റെഫറൻസ്, സർഫസ് റെഫറൻസ് സിമ്പൽ. സംശയം വേണ്ട, സർഫസ് റെഫറൻസ് സിമ്പൽ ആണ് ഇല്ലാത്തത് അല്ലെ? ഇങ്ങനെ ഒരു സംഭവം അവിടെ സിമ്പൽ നമ്മൾ യൂസ് ചെയ്യുന്നില്ലല്ലോ. ഓക്കെ, ഫൈൻ. അപ്പൊ ഇവിടെ ബാക്കിയെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ? ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമുക്ക് അവിടെ വേണ്ടത്. സോ ഇത്രയാണ് നമ്മളുടെ ആ ഒരു മൊഡ്യൂളുമായി ബന്ധപ്പെട്ട് മൊഡ്യൂൾ 6മായി ബന്ധപ്പെട്ട് ലിമിറ്റ് ഫിറ്റ് ടോളറൻസ്, ടോളറൻസ് ഡയമെൻഷനിങ് ആൻഡ് ജോമെട്രിക്കൽ ടോളറൻസ് എന്താണ്, സിംബൽസ്, സർഫസ് ഫിനിഷ്, ദെൻ ഇന്റർചേഞ്ചബിലിറ്റി എന്താണ്. ഓക്കെ, ദെൻ ഇതിന്റെ എല്ലാം ബേസിക് എന്ന് പറഞ്ഞ ഈ ഒരു സ്റ്റാൻഡേർഡ് ആണ് IS 919, IS 2709 എന്ന് പറയുന്നത്. അപ്പം ഇതുമായി ബന്ധപ്പെട്ടാണ് ഇത് വരുന്നതല്ല. ഇത്രയേ ഉള്ളൂ നമുക്ക് ആ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ മനസ്സിലാക്കേണ്ടത്. ക്ലിയർ ആണെന്ന് കരുതുന്നു. ഓക്കെ ആണോ? മൊഡ്യൂൾ 6 ഓക്കെ ആണോ? സോ നമുക്ക് റിമൈനിങ് ആയിട്ടുള്ള ഒരു മൊഡ്യൂൾ 7 ഉണ്ട്. എന്താണ് ബെയറിംഗ്സുമായി ബന്ധപ്പെട്ട ടൈപ്സ് ഓഫ് ബെയറിംഗ്, ബെയറിംഗിന്റെ ഫംഗ്ഷൻസും കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു മൊഡ്യൂൾ ഉണ്ട്. അത് നമുക്ക് ഇന്ന് വൈകുന്നേരം, ഇന്നത്തെ ഈവനിങ് സെഷനിൽ നമുക്കത് ക്ലിയർ ചെയ്യാം. സോ അതുകൂടെ ആകുമ്പോഴത്തേന് നമ്മുടെ മെക്കാനിക്കൽ സെഷൻസ് എല്ലാം ഓക്കെ ആവും. ക്ലിയർ ആണോ? ഓക്കെ ആണോ? പറഞ്ഞോ, മനസ്സിലായി പറഞ്ഞോ. ഡൗട്ട് എന്താണ്? പറഞ്ഞോളൂ. റഫ്നെസ് സിമ്പിൾ. ഓക്കെ. GDND ഉണ്ട്, ഇന്ന് അപ്ഡേറ്റ് ആക്കും. GDND നോട്ടൊക്കെ അപ്ഡേറ്റ് ആക്കുവേ. പിന്നെ ഇത് റഫ്നെസ് സിമ്പിൾ. റഫ്നെസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇത്തരത്തിൽ റഫ്നെസ് സിമ്പിളുമായി ബന്ധപ്പെട്ട് ഇത്രയും മനസ്സിലാക്കിയാൽ മതി. അതായത് റഫറൻസ് സിമ്പിൾ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഇത്തരത്തിൽ നമ്മുടെ സർഫസ്, ഇവിടെ നമ്മുടെ സർഫസ് നൽകിയിട്ടുണ്ട്. സർഫസിൽ നിന്നും ഇത്തരത്തിൽ നമ്മൾ ആ ഒരു സിമ്പിൾ ഇങ്ങനെയാണ്, ബേസിക് സിമ്പിൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, അതിന്റെ ആ ഒരു ആംഗിൾ വരുന്നത് ഇവിടെ 60 ഡിഗ്രി ആണ്. ഇവിടെ 60 ഡിഗ്രി വരുന്നുണ്ടോ? സോ ഇങ്ങനെ ഒരു സിമ്പിൾ വരയ്ക്കുക. സിമ്പിൾ വരച്ചതിന് ശേഷം നമുക്ക് ഈ പറയുന്ന ഡയമെൻഷൻസ്, ഫോർ എക്സാമ്പിൾ ഇവിടെ മെഷീനിങ് ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ ക്ലോസ് ചെയ്യുക, മെഷീനിങ് ആവശ്യമില്ലെങ്കിൽ അങ്ങനെ വെച്ചാൽ മതി. അല്ലെങ്കിൽ ഇവിടെ മെഷീനിങ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് 0 സർക്കുലർ സിമ്പിൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ മെഷീനിങ് ഉണ്ടെങ്കിൽ ഇവിടെ വെച്ചു. സോ ഇവിടുത്തെ ആ ഒരു വാല്യൂ ഇപ്പം N12 മെയിൻറ്റെയിൻ ചെയ്തു നിൽക്കട്ടെ, ഓക്കെ. അപ്പോൾ അവിടെ നമ്മൾ അത് മെയിൻറ്റെയിൻ ചെയ്തു. ദെൻ ഇവിടെ ഇങ്ങനെയാണ് ആ ഒരു സിമ്പിൾ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടാവുക. അതാണ് അതിന്റെ ബേസിക് സിമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇന്ന് വൈകുന്നേരത്തെ സെഷനിൽ ഞാൻ ആ സിമ്പിൾ ഒന്നുകൂടെ റെപ്രസെന്റ് ചെയ്ത് കൃത്യമായിട്ട് പറഞ്ഞു തരാം. ഓക്കെ ആണോ?
ഒരു ചിത്രം വെച്ച് എക്സാമ്പിൾ വെച്ച് പറഞ്ഞത്. ആ ചിത്രം ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഓക്കെ, അങ്ങനെ അതിൽ വൈകുന്നേരത്തെ സെഷനിൽ ആ ഒരു മെഷീനിങ് സിമ്പൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ ഫൈൻ. നോട്ട്സ് മറ്റു കാര്യങ്ങൾ അപ്ഡേറ്റ് ആക്കുന്നുണ്ടാവും. ഓക്കെ, പിന്നെ ഓക്കെ അല്ലേ? ശരി. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നിപ്പോൾ വൈൻഡപ്പ് ചെയ്യാം. സോ അടുത്ത സെഷനിൽ കാണാം. നന്ദി, നമസ്കാരം. താങ്ക് യു ഓൾ.